മുഴക്കോലെ അവിടെ നിക്കടാ. മുഴക്കോലെ മുഴക്കോലെ. രാഘവോ, ഇന്ന് രാവിലെ എടുത്ത പരിസരമാണല്ലോ. ചെത്തി ചെത്തി തീർന്നല്ലോടാ. ഇത്ര വലിയ പടമാണോ നീ വരക്കണേ? മൊന ശരിയാവില്ല. അതിന്റെ വര ശരിയല്ലാത്തോണ്ടാ. ഒരു പെൻസിലിന് മൊന ഉണ്ടാക്കാൻ പറ്റില്ല. നീയൊക്കെ എന്ത് ആശാരിയടാ. വെറുതെ അല്ല അലൂമിനിയ കലത്തിന് ഏറുകൊണ്ട പോലെ ചളിങ്ങിരിക്കണേ. ഡാ, കള്ളപ്പടി എടുത്ത് തിന്നാലുണ്ടല്ലോ, ദഹിക്കൂല. തിന്നത് അങ്ങനെ തന്നെ അതേപടി പുറത്തേക്ക് പോകും. കുഞ്ഞുട്ടേട്ടൻ വലിയ വർത്താനൊന്നും പറയണ്ട. ചേട്ടൻ വല്ല നാവികസേനയിലും ചേരേണ്ട ആളാ. എന്തിന്? മുങ്ങാൻ. അതേടാ, ശരിയാ. ഞാൻ മുങ്ങനാശാരിയാ. എന്നിട്ടും നാട്ടുകാർക്ക് മുഴുവൻ ഈ മുങ്ങൻ മതിയല്ലോ. എന്താ, കുഞ്ഞുട്ടനാശാരി കൈവച്ചാൽ മരം മെഴുക. പണിതാ. അതിലൊരു കള്ളത്തരമില്ലാട്ടോ. പിന്നെ മുങ്ങും. 10 സ്ഥലത്ത് ഒരുമിച്ചാ പണിക്ക് വിളിക്കണേ. പറ്റില്ല എന്ന് പറഞ്ഞാൽ വിഷമായി. ചായ. അപ്പൊ ഞാൻ ചിലപ്പോ മുങ്ങും പൊങ്ങും. അല്ലാതെ പറ്റില്ലല്ലോ. എന്ന് വെച്ചിട്ട് കുഞ്ഞുട്ടനാശാരി മോശക്കാരനാണെന്ന് ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. എനിക്ക് പണി കഴിഞ്ഞിട്ടുള്ള നേരവും ഇല്ല. ഒന്ന് പോടാ ഉണക്കേ. ആശാരിക്ക് ചായ വേണ്ടേ? എനിക്കൊരു പേരുണ്ട്. ആശാരി എന്നല്ല, ശശികുമാർ. ശശികുമാർ ആശാരി, ചായ. എനിക്ക് വേണ്ട നിന്റെ ചായ. വേണ്ടെങ്കി വേണ്ട. മര്യാദ വേണ്ടേ? ആശാരി എന്താ പറയാ? എടാ, ഈ ആശാരി എന്നല്ലാണ്ട് പിന്നെ നമ്പൂരി എന്ന് വിളിക്കാൻ പറ്റും? പേര് വിളിക്കാലോ. അതിന്റെയും കൂടെ ഒരു ആശാരി എന്ന് ചേർക്കണം. എന്തിനാ? എടാ, ഈ ആശാരി എന്നുള്ള ചീത്തപ്പേരല്ല. ആശാരി വലിയ ആളാ, ഉണ്ടാക്കുന്നവനാ, വിശ്വകർമാവ്. ഇത് അവള് കളിയാക്കിയത് അമ്മാവാ. എടാ, നമുക്ക് തന്നെ ഇതൊരു ചീത്തപ്പേരും കളിയാക്കലുമായിട്ട് തോന്നിയാൽ മറ്റുള്ളവർക്ക് എങ്ങനെയാ തോന്നാണ്ടിരിക്കുക? മോനെ, അങ്ങനെ അടിക്കരുത്. ഒട്ടോടി കൊണ്ട് ഉളി നോവരുത്, ഉളി കൊണ്ട് മരം നോവരുത്. എന്നാലേ മരം വഴങ്ങൂ. അപ്പോഴേ നല്ല പണിക്കാരനാകൂ. ഇതൊന്നും സാരമില്ലടാ, ശരിയാവും. നീ പണിതോ. മാ പിടി. ആ കണക്ക് നിനക്ക് മനസ്സിലായോടാ? കുട്ടാ, മോന് പണി പഠിക്കണോ വേണ്ടേ? ചേട്ടാ, ഇതെന്താ ചേട്ടാ? മുഴക്കോല്. ചാച്ചി, മുഴക്കോല്. ഇത് കണ്ടാമാവാ, കളിയാക്കണതാ. അതിനാരും ഒന്നും പറഞ്ഞില്ലല്ലോ. അതൊക്കെ നിന്റെ തോന്നലാ. ഇനി ഞാൻ നല്ല കണ്ണു പൊട്ടണം തെറി വിളിക്കും. ഏത് തമ്പുരാട്ടേലും കൊള്ളാം. തമ്പുരാട്ടിയോ? അവള് തമ്പുരാട്ടിയോട്ടും അല്ല, അത് ഇവിടെ വേലക്ക് വെക്കണ പെണ്ണാ. അത് ശരി. വേഷവും ഭാവമൊക്കെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു കോലോത്തന്ന്. എന്നോടങ്ങനെ പറയുകയും ചെയ്തു. അവള് ഇവിടെ തന്നെയാ വളർന്നതേ. നാശത്തിന് പോകാൻ കണ്ടൊരു നേരെ. എടാ കുട്ടിരാമ, തിരിഞ്ഞു. എന്തായി കാണിക്കണേ? സാറല്ലേ പറഞ്ഞത് തിരിയാൻ. എടാ മരമണ്ട, നിന്ന് തിരിയാനല്ല, മെഴുകുതിരി എടുത്ത് കത്തിക്കാനാ പറഞ്ഞത്. കറണ്ട് വന്നിട്ട് കത്തിച്ച പോലെ ഒറ്റയ്ക്ക് പോവാൻ പേടിയാ. പോയി എടുത്തോണ്ട് വേടാ. രാമ 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 രാമ. ഇവിടെ മാത്രമേ ലൈറ്റ് പോയുള്ളൂ. സാറേ,
ഒരു നിഴല് ഞാൻ കണ്ടു. ഓ എന്റെ ബുദ്ധുസേ, അത് പൂജ അകത്ത് പോയതാ. അല്ല, ഇതൊരു ആൺ നിഴല, ഞാൻ കണ്ടതാ. അമ്മേ, ജാദു സ്പേസിൽ നിന്നും വീണതാ. ഈ വീട്ടിൽ ഇത്തിരി സ്പേസ് തരുവോ മോളെ? എന്താടാ ജാദുവിന്റെ റൂമിലുണ്ട്. എടി മണ്ടി, അത് സിനിമ കണ്ടിട്ട് നിനക്ക് തോന്നിയതാ? ഞാൻ കണ്ടതാ. ഇപ്പൊ ഞാൻ പറഞ്ഞത് വിശ്വാസമായോ? പറ്റിയൊരു മണ്ടനും. ഈ പിള്ളേരുടെ ഒരു കാര്യം, അതിർത്തി കാത്ത ഒരു ധീര ജവാൻ താമസിക്കുന്ന വീടായത്. നീ ഇങ്ങോട്ട് വന്നേ. അയ്യോ, എവിടേക്കാ? ഇങ്ങോട്ട് കടക്ക്. എന്താ? ചെറിയൊരു ഉൾഭയം. ഈ പട്ടാളക്കാരന്റെ മാനം നീ കാക്കണം. ഒന്ന് പിടിച്ചു നിൽക്കാൻ 2 കോട്ട കിട്ടിയേ പറ്റും. മുത്തശ്ശ, എന്റെ കൈവിട്. ഇല്ല, കൈ വിട്ടാ ഞാൻ പേടിക്കും. വീട് ബാറിന്റെ താക്കോൽ എടുക്കട്ടെ. ആ, വേഗം വരുമോ? ഇത്ര പെട്ടെന്ന് മിക്സ് ചെയ്താ? താങ്ക്സ്. യു ആർ വെൽക്കം. ആരാ? ഞാൻ ജാദു, സ്പേസിലെ ബാർമാന. സ്പൈസി ആയിട്ട് തൊട്ട് നോക്കാൻ ഇത്തിരി അച്ചാറെടുക്കട്ടെ. ആ കുട്ടി പിശാചിനെ ഞാനും കണ്ടു. അത് ടിവിന്ന് പുറത്ത് ചാടിയതാ. പേടിയുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും എന്റെ ചുറ്റും നിന്നോ. നിങ്ങൾക്കൊരു ധൈര്യത്തിന്. കറണ്ട് വന്നതാ. എന്താ ഇവിടെ ബഹളം? ആരെ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തത്? അപ്പൊ കറണ്ട് പോയതല്ലേ? എനിക്കറിയാം. ഒടുവിൽ ഇതും എന്റെ തലയിലാവും. എന്താ ഇവിടെ സംഭവിച്ചത്? ഞങ്ങൾ ടിവിയിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാ കറണ്ട് പോയത്. ആ നേരം കൊണ്ടാ Excuse me. അതിനെ കണ്ട ഇതുപോലെ ഇരിക്കോ? അയ്യോ. കുസൃതിത്തരത്തിന് ഒരു കുറവില്ല. നീ ഇവിടെ ജോയിൻ ചെയ്യാനെത്തിയെന്നും ചിലരെയൊക്കെ കിരീടണീച്ച് കൊരങ്ങാക്കിന്നൊക്കെ കരക്കാര് പറഞ്ഞു ഞാൻ അറിഞ്ഞു. എന്തായാലും സന്തോഷായി. ഇങ്ങനെ ഒരു അവതാരം ഇവിടെ അത്യാവശ്യമായിരുന്നു. പാമ്പിന് ചെങ്കീരിയെ ചേരൂ. പിന്നെ ആ പാലക്കാടൻ ഓലനും കാളനും ഒക്കെ കൂട്ടി ഒരു പിടി പിടിച്ചിട്ട് കുറെ കാലായി. നല്ല വിശപ്പുണ്ട്. ഇങ്ങോട്ട് ജോയിൻ ചെയ്യാൻ വരുമ്പോ നിനക്കൊന്ന് വിളിച്ചറിയിച്ചാലെന്താ? അതാണ് സർപ്രൈസ്. ഈ നാടൻ ചോറും കറിയും കാണുമ്പോ പൂനെയിലെ നാഷണൽ ഡിഫൻസ് അക്കാദമിയിൽ പഠിച്ചിരുന്ന കാലം ഓർമ്മ വന്നത്. മെസ്സിലെ ഭക്ഷണത്തിൽ നിന്ന് ആകെ കിട്ടുന്ന ഒരു മോചനം എന്ന് പറഞ്ഞാൽ അടുക്കളയിൽ ഒളിച്ചു കയറി കട്ട് തിന്നുന്നതില്ല. ഫോണേ. നീ എവിടെ പോണു? ഞാനങ്ങ് പോണില്ല. ഫോൺ ആന്റി ഫോൺ. മോളെ ഒന്ന് നോക്കിക്കോണേ. ആഹാ, മാങ്ങാച്ചാർ. ഞാൻ ഇവനെയല്ലേ അന്വേഷിച്ചത്. അതവിടെ കൊണ്ടുവയ്ക്കല്ലേ മോനെ. അയ്യോ, ആരോ താഴെ പോയി. എന്താ പറ്റിയേ? കസേര എവിടെ പോയി? 1 2 3 4 5 6 6 കസേര ഇവിടെ ഇല്ല. അപ്പൊ എന്റെ കസേര എവിടെ പോയി? എന്താ ഇത്? എന്ത് കഷ്ടം നോക്കൂ. ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തോളൂ. ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പൊ പിന്നെ വീടില്ലല്ലോ. എന്തായാലും ഒരു കാര്യം ഉറപ്പായി, ഇവിടെ ഒരു കുട്ടിച്ചാത്തന്റെ കളിയുണ്ട്. ഈ കസേര മാത്രം എന്താ ഇങ്ങനെ? ഈ കസേര ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കണേ. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടല്ലോ. ഇനി രസം കൂടെ കൂട്ടി ഉണ്ടാ സദ്യ കേമ ഒഴിക്കട്ടെ. അശോ, ഒഴിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടിയുടെ മേത്താണ് ഒഴിച്ചിരിക്കുന്നത്. ഇപ്പഴാ രസം ശരിക്കും രസമായത്. സർ, താങ്ക്സ് ഫോർ ദ ഇൻഫർമേഷൻ. ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. ഡിപ്പാർട്ട്മെന്റ് എന്നെ VSM റെക്കമെൻഡ് ചെയ്തു. നിന്റെ കർമ്മത്തിൽ നീ കാണിച്ച ആത്മാർത്ഥതയ്ക്കുള്ള പ്രതിഫലം അതാണ് നിനക്ക് കിട്ടാൻ പോകുന്ന ഈ വിശിഷ്ട സേവാമേള. ഒരിക്കലും അല്ല. അത് ഞാനിവിടെ കാലെടുത്ത് വെച്ചതിന്റെ ഐശ്വര്യ. ആന്റി എന്തെങ്കിലും ട്രീറ്റ് ചെയ്യണം. ഇതൊരു ആഘോഷമാക്കി മാറ്റണം. മറ്റവനും വേണം. പിന്നെ അവനില്ലാതെ നമുക്കെന്താ ആഘോഷം? വേണ്ട, അത് ഞങ്ങൾ ആണുങ്ങൾ തീരുമാനിച്ചോളാം. എന്തായാലും സ്പോൺസറെ ഞാൻ സംഭാവന ചെയ്തോളാം. നിക്കല്ലേ നമ്മുടെ പിസ്കനായ പിള്ളേച്ച്. സൂക്ഷിച്ച് പിറകു താഴെ. എന്റെ മുത്തശ്ശനടുത്ത സദ്യക്കുണ്ടാവണേ. ഈശ്വര, ഒരാപത്തും വരുത്തല്ലേ. കൊണ്ടുപോയി ഉടക്കി. ഇതിലേതാണ് കല്ല്?
നാറിയല്ല പ്യാരി. എന്താണ് അവിടെ ഒരു ശബ്ദം കേട്ടത്? അതെ ഞാൻ തേങ്ങ കൊടുത്തപ്പോഴേ ഒരു പീസ് വെള്ളത്തിൽ പോയതാണ്. ആഹാ. തേങ്ങയ്ക്ക് ഗ്രിപ്പ് കിട്ടണേ. ആഹാ, ഇതിനകത്ത് ചെരവയായിരുന്നോ? മുതുമുത്തച്ഛന്മാരായിട്ട് ഉപയോഗിച്ചിരുന്ന ചെലവയാ. ഞങ്ങൾ ഇതിനെ തുടങ്ങാറുള്ളൂ വിഘ്നേശ്വര. ഇന്നാ പൂഞ്ഞിക്കര. ആ കൊള്ളാം. അല്ലെങ്കിലും ഗുരുഭക്തി നല്ലതാ. ഗുരുഭക്തി ഒന്നുമല്ല, ഗണപതിക്ക് കൊടുത്തിട്ടുണ്ടല്ലോ തുടങ്ങാൻ. തടസ്സങ്ങളില്ലാണ്ട് പോണല്ലോ. തടസ്സങ്ങളില്ലാണ്ട് തന്നെ പോണത്. 2 ദിവസമായിട്ട് ലൂസ് മോഷനാ. എന്നേ ചിരട്ട കൂടി വിഴുങ്ങിക്കോളൂ, അറിഞ്ഞോളും. അവിടെ വീൽ ചെയറിൽ ഒരു സാധനത്തിനെ കൊണ്ടിരുത്തിയിട്ടില്ലേ, അതിന് കൊണ്ട് കൊടുക്ക്. ഒന്ന് മിണ്ടാതിരിക്കോ, എന്റെ കോൺസെൻട്രേഷൻ പോണു. ദേ ആയുധം വെച്ചിട്ടുള്ള കളിയാ, അറിയോ? ആയുധം വെച്ച് കളിക്കാൻ ഇയാൾ ആരോ മച്ചവരും. നമസ്കാരം. വരണം വരണം. രാമൻകുട്ടി ഈ മാല ഒന്ന് എവിടെ മോനെ ഇത്? ശ്ശോ. ആ ഈ ആളുകളൊക്കെ വിളിച്ചിട്ട് വന്നാണോ? ദൈവത്തിന് മാത്രം അറിയാം. ശ്ശോ, ഈ പിള്ളേരൊരു കാര്യം. താൻ എന്തേ കാണിച്ചേ? ഒരാടെ മുറിയിലേക്ക് കടന്നു വരുന്നത് ഇങ്ങനെയാ? അറ്റ്ലീസ്റ്റ് ഒന്ന് മുട്ടണ്ടേ? ഞാൻ വന്ന് മുട്ടിയില്ലോ. കുട്ടി ഇരിക്കൂ. എനിക്കടോ പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയുടെ മുറിയിലേക്ക് ഒരു അന്യ പുരുഷൻ, അതും അനുവാദം കൂടാതെ കിടന്നു വരുമ്പോൾ ഇങ്ങനെ സംസ്കാരമില്ലാതെ പെരുമാറാൻ കുട്ടി ആരെ പഠിപ്പിച്ചത്? തനിക്കിത് എന്തിന്റെ കേടാ? എനിക്കൊരു കേടുമില്ല. കുട്ടിക്ക് എന്തെങ്കിലും കേട് പറ്റിയോ? താനെന്തിനിങ്ങനെ ചൂടാവണേ? താൻ അവിടെ വെച്ച് എന്നെ ആദ്യം ഇടിച്ച്, അപ്പൊ ഞാൻ ഇവിടെ ഒന്ന് തന്നെ ഇടിച്ച്. ഇപ്പൊ നമ്മൾ തമ്മിലുള്ള പ്രശ്നം തീർന്നില്ലേ? ഇല്ല, പ്രശ്നം തീർന്നില്ല. ഇനി എന്താ പ്രശ്നം? മാല 2 പുതിയത് വാങ്ങണം. ഓ, അത് ശരിയാ. ഒരു ചെക്കനും പെണ്ണുപയോഗിച്ച മാല വേറൊരു ചെക്കനും പെണ്ണുപയോഗിക്കാൻ പാടില്ല. എന്തോന്ന്? അല്ല, വേറൊരു പുതിയ മാല വാങ്ങിക്കണമെന്ന് പറഞ്ഞതാ. ആ, എന്നാ ദഹനക്കാരൻ ചെല്ല്. ആരാ? ദഹനക്കാരൻ. അറിയാണ്ടൊരു മാല ഇട്ടപ്പോ ഇങ്ങനെ. അപ്പൊ ഞാൻ ശരിക്കും ഒരു മാല ഇട്ടിരുന്നെങ്കിൽ എന്റെ അമ്മോ. എന്റെ പെങ്ങളുടെ കാര്യം ആലോചിക്കുന്നു. ഓരോന്ന് കഴിയുമ്പോൾ ആരെ കരഞ്ഞോണ്ട് പോണേ? പോലീസ് ജീപ്പ് പിടിച്ചു, കള്ളനെ പിടിച്ചു. അതാ ജീപ്പിലിട്ടോണ്ട് പോണ്. കൈ അണിച്ചിട്ട് ജീപ്പ് നിർത്തില്ല. ആ ലുങ്കി മണത്ത് 100 കിലോമീറ്റർ അപ്പുറത്തുണ്ടാ ഇൻസ്പെക്ടർ കള്ളനെ പിടിച്ചത്. കള്ളനാണല്ലേ കള്ളൻ. ഇനിയിപ്പോ നോക്കാനൊന്നുമില്ല മാഷെ. അവനെ ഞെരുവട്ടം പൂശി എല്ലാവരും ഇങ്ങോട്ട് പുറത്തെടുക്കട്ടെ. ഒന്നായിട്ട് പൂശി ആളെങ്ങാനും ക്ലോസ് ആയ അതോടെ അവൻ കെട്ട സാധനങ്ങളും ക്ലോസ് ആവും. അതാ എന്റെ പേടി. ഞാൻ ആരാണെന്നാ വിചാരിച്ച്? ഒന്നുകൂടി നല്ല മധുരമുള്ള ഇടി. സത്യം പറഞ്ഞാൽ ഈ പിടുത്തം നമ്മളൊരു ഉത്സവം പോലെ ആഘോഷിക്കേണ്ടതാ. ഒരമ്മ പെറ്റ മോനാടാ അതിനകത്ത് തടി കിട്ടി നിലവിളിക്കുന്നത്. അത് കേട്ട് നിങ്ങളൊക്കെ സന്തോഷിക്കാൻ പോവാ. ഒരമ്മ പറ്റ മോനുണ്ടാക്കിയ സ്വർണ്ണമല്ല ചവ് മോഷ്ടിച്ചത്. അത് അച്ഛൻ പറഞ്ഞോ? പണിക്കിരട്ട് ചെന്ന ബാസിനോട് 5-6 കൊല്ലം പടക്കം തരാൻ പറ. ഞാൻ പറഞ്ഞു പറ. പടക്കവും വെടിയൊന്നും വേണ്ട. ആരെങ്കിലും ചെന്ന് അവനെ തല്ലണ്ടാന്ന് പറ, അല്ലെങ്കിൽ ഞാൻ പോയി പറയാൻ അല്ല അച്ഛാ, കേൾക്കുന്തോറും എനിക്ക് നല്ല പരിചയമുള്ള ശബ്ദം അത്. ഇതാരാ ഇത്രയും പരിചയമുള്ള കള്ളൻ? പക്ഷേ ഇതാ നിങ്ങളുടെ കള്ളൻ. എങ്ങനെയുണ്ട് എന്റെ ഇടി? അച്ഛാ, ഇത് നമ്മുടെ സഹദേവനല്ലേ? അളിയാ, അളിയനെപ്പോഴാ കള്ളനായത്? ഞാൻ കള്ളനല്ല അളിയ, ഞാൻ ഇപ്പോഴും സഹദേവനാ. അളിയനോ? ആ, ഈ സഹദേവൻ എന്റെ രാധ കെട്ടാൻ പോകുന്നേ. അത് ഞാൻ അറിഞ്ഞല്ലോ. നനച്ചിട്ടെടുത്ത് നീ ലുങ്കി ആരോ അടിച്ചോണ്ട് പോയതാണെന്ന് ഞാൻ ഇയാളോട് കരഞ്ഞു പറഞ്ഞതാ, കേട്ടില്ല. അതേത് കള്ളനും പറയുന്നതല്ലേ. ഇവന്റെ ലുങ്കിയാണ് ഞാൻ കാകെ കിട്ടിയ തൊണ്ടി. ഈ തൊണ്ടി മതി ഏത് കള്ളനും തണ്ടാൻ. ലുങ്കി മാത്രമേ പോയിട്ടുള്ളൂ. ഒരു നീല അണ്ടർവെയറും പോയിട്ടുണ്ട്. ഇനി അത് വിട്ട് ആരെങ്കിലും എവിടെയെങ്കിലും കേറുവാളിയാ എന്നാ എന്റെ കാര്യം പോക്ക. എനിക്ക് എവിടെയെങ്കിലും ഒന്ന് കിടക്കണം. ഈ അവസ്ഥ വീട്ടിൽ പോവാൻ വയ്യേ. എന്നെ വെറുതെ ഓടിക്കരുത്. ഈ കുള്ളൻ എന്നെ അകത്തേക്ക് കടത്തി വിട്ടില്ല. എല്ലാം തല്ലി തേർത്ത് ഞാൻ ഓടി. കുറെ ഇയാൾ ഓടി. കയ്യറോ ഇങ്ങോട്ട് മാറിക്കേ. അകത്തെ എന്നെ മനസ്സിലായില്ലേ? ഇല്ല. ഞാനാ രുദ്രൻപിള്ള. ഏത് രുദ്രൻപിള്ള? അയ്യോ, കണ്ടശാങ്കടവ് സ്കൂളിൽ 3-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ച രുദ്രൻപിള്ള. ഉച്ചക്കഞ്ഞി രുദ്രൻപിള്ള. ഓ, രുദ്രൻ, കഞ്ഞി രുദ്രൻ.
നീ ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഞാനൊരു ഗതികേടിലായിപ്പോയി. അങ്ങനെ ഞാനൊരു പാവം പോലീസ് കോൺസ്റ്റബിൾ ആണ്. പെൻഷൻ പറ്റാ ഇനി കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ. വല്ല കാര്യം ഉണ്ടായിരുന്നു. ഞാൻ അന്നേ പറഞ്ഞതാണ്, ഒരു ക്ലാസ്സിനും തോക്കാതെ ചന്ദ്രഗുപ്ത മൗര്യൻ കിണർ കുഴിച്ച കഥയും ഈച്ച പൂച്ചായ ചരിത്രവും പഠിച്ചുകൊണ്ടിരിക്കാതെ വല്ല ട്രാൻസ്പോർട്ട് ബസ്സിന് കല്ലെറിയാനോ മാഷുമാരെ തല്ലാനോ നടന്നിരുന്നെങ്കിൽ ചുരുങ്ങിയത് ഒരു MLA ആവായിരുന്നു. എന്തേ അങ്ങത്തെ അന്ന് അതൊക്കെ ചെയ്യാതിരുന്നത് വലിയ തെറ്റായി പോയെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു. ഇപ്പൊ തോന്നിയിട്ടുണ്ട് ഫലം. തോന്നുന്നത് തോന്നിയ പോലെ ചെയ്യണം. അതാണ് പോളിടെക്നിക്. പോളിടെക്നിക്? അതേടോ രാഷ്ട്രീയം. മിനിസ്റ്ററുടെ ക്ലാസ്മേറ്റ് ആണെന്ന് തോന്നുന്നു. അതെ, ഞങ്ങൾ ഒരേ സ്റ്റാൻഡേർഡാ. താൻ ഇവിടെ എന്തിനു വന്നു? എന്റെ പണി പോയി. വളരെ ഉപകാരം. അങ്ങനെ കണ്ടൊരു നിവേദനം സമർപ്പിക്കാൻ കുറെ നാളായി ഞാൻ പുറകെ നടക്കുക. ഇപ്പോഴാ പിടികിട്ടിയത്. എന്തിനു ഇവിടെ വെച്ച് പിടിച്ചത്? ഇതൊക്കെ കേരളത്തിൽ വെച്ച് തന്നാ പോരെ? അതങ്ങനെ ഇലക്ഷന് 2 വോട്ടിന് ജയിച്ച് മന്ത്രിയായ പിന്നെ അങ്ങനെ കേരളം കണ്ടിട്ടില്ലല്ലോ. എന്താന്നറിയില്ല, കേരളത്തിലെ കാലാവസ്ഥ എനിക്ക് പിടിക്കുന്നേ ഇല്ല. ഇവിടത്തെ എങ്ങനെയാ? ഇവിടെ വലിയ കുഴപ്പമില്ല. എനിക്ക് ഒന്ന് പറയുന്നേ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് കളിക്കൂട്ടുകാരാ. ഞാൻ ടയോട്ടാണ്. എന്താ? ഞാൻ ടയോട്ടാണ്. ഞാൻ ക്ഷീണിതനാണ്. ഓഹോ. അതെ, ഞാൻ കുറച്ച് ദിവസം ഇവിടെ കാണും. ഇയാൾക്കൊരു മുറി കൊടുക്കും ഇവിടെ. ശരി സാർ. അതെ, എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ഒഫീഷ്യലായിട്ട് പറയാനുണ്ട്. അതെ, ഓഫീസിൽ പോയിട്ട് നമുക്ക് പിന്നെ പറയാം. എനിക്ക് ഡൽഹിക്ക് അടിയന്തരമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. ഓടാണ് എന്റെ മുറി. വരൂ സാർ. എന്റെ മുറി ആ തരാം, വെയിറ്റ് ചെയ്യണം. മിനിസ്റ്റർ സ്വീകരിക്കാൻ നമ്മൾ ചെല്ലാത്തോണ്ട് ആർക്കെങ്കിലും സംശയം ഉണ്ടാവുമോ? സംശയം ഉണ്ടായാലും കുഴപ്പമില്ല. അങ്ങോട്ട് ചെന്ന് എസ്കോട്ട് വന്ന വല്ല പോലീസുകാരൻ വായിച്ചെന്ന് വെട്ടാ പോയില്ലേ? അതും ശരിയാണ്. എന്റെ ഈശ്വര, ഈ കോമ്പൗണ്ടിനകത്ത് ഒരു പോലീസുകാരനും കയറില്ലേ? എക്സ്ക്യൂസ് മീ. നമ്മളിവിടെ ഉള്ള കാര്യം ഏത് തെണ്ടിയുടെ ഇയാളോട് പറഞ്ഞു? നീയാണോ? മിസ്റ്റർ ഡാനിയൽ, ഇപ്പോഴാ കിട്ടിയത്. ഇത് മിസ്റ്റർ ഭദ്രംപിള്ള. രുദ്രംപിള്ള. സോറി, രുദ്രംപിള്ള, പോലീസ് കോൺസ്റ്റബിളാ. അറിയാം. എങ്ങനെ അറിയാം? മുഖവും മീശയും കണ്ടാൽ അറിയാലോ സാർ ഒരു പോലീസുകാരനാണെന്ന്. 2 ദിവസത്തേക്ക് മിസ്റ്റർ രുദ്രംപിള്ള. ആ ഡാനിയലിന്റെ റൂമിലായിരിക്കും താമസിക്കുക. അപ്പൊ പൽഗുണ അയാള് സമ്മതിച്ചു. അത് വേണോ സാറിന് ബുദ്ധിമുട്ടാവില്ലേ? അയ്യോ, എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ ഈ തറയിൽ കിടന്നോളാം. നിങ്ങൾ ഒരു കാര്യത്തിലും ഞാൻ ശല്യപ്പെടുത്തുകയുമില്ല. ഞാൻ ഇവിടെ നിന്നിരുന്നോട്ടെ. ഞങ്ങളെ കിടത്താതിരുന്നാ മതി. അയ്യോ, എനിക്കിപ്പോ കിടക്കണമെന്നൊന്നുമില്ല. ഞാനേ കിടക്കുമ്പം നേരം വെളുക്കും. അല്ല, സാറന്മാരെ പരിചയപ്പെട്ടില്ലല്ലോ. PT അച്ചുവോ? അല്ല, KP നായർ, സീ ഫുഡ് എക്സ്പോർട്ടറാ. ഞാൻ പറഞ്ഞതാ ഡാനിയൽ MD. ഞങ്ങളുടെ ബിസിനസ് പ്രോബ്ലംസ് കാരണം ഒന്ന് റിലാക്സ് ചെയ്യാൻ വന്നതാ. എനിക്കങ്ങനെ ഒരു ഭാഗ്യമില്ല സാറേ. ഞാൻ കഷ്ടകാലം പിടിച്ച ഗതികെട്ട ഒരു പോലീസുകാരനാ. അതെന്താ മിസ്റ്റർ രുദ്രപിള്ളേ? 2 കള്ള തിരുമാലികൾ കാരണം ഞാനിപ്പോ സസ്പെൻഷനില്ല. അവന്മാരെ തേടി ഇറങ്ങിയതാ ഞാൻ. ആ വേന്ദ്രന്മാരെ ഏത് രൂപത്തിൽ ഏത് ഭാവത്തിൽ എവിടെ വെച്ച് കണ്ടാലും ഞാൻ പിടിച്ചിരിക്കും. അവന്മാരെയും കൊണ്ട് ഈ രുദ്രംപിള്ള ഇവിടുന്ന് മടങ്ങും. സാഹചര്യം മൂലം അതിന്റെ സമ്മർദ്ദം കൊണ്ട് കള്ളന്മാരായി പോയ 2 ചെറുപ്പക്കാർ. അവർക്ക് മാപ്പ് കൊടുത്തുകൂടാ മിസ്റ്റർ രുദ്രംപിള്ള? മാപ്പ് കൊടുക്കണോ? അല്ല രുദ്രംപിള്ള മിസ്റ്റർ, ഇതിലും വരെ എത്ര കേസുകൾ ഈ പോലീസുകാർ പണം വാങ്ങി തേച്ചു വച്ചു കളയുന്നു. അങ്ങനെ ഒരു പോലീസുകാരനല്ല ഞാൻ. എന്റെ പ്രൊമോഷൻ പോയി പോട്ടെ, ഇപ്പൊ ജോലിയും പോകും. എന്നെ പെരുവഴിയിലാക്കിയിട്ട് രക്ഷപ്പെട്ട അവന്മാരെ വെറുതെ വിടില്ല ഞാൻ. പഴങ്കാന അവന്മാരെ എന്റെ കൈ കിട്ടിയാ ഞാൻ ഇത് ക്ഷമിക്കണം, ഞാൻ സ്വപ്പം മോഷണലായി പോയി. സാരമില്ല രുദ്രംപിള്ള, യാത്ര ചെയ്ത് ക്ഷീണിച്ചല്ലേ, പോയി ഒന്ന് കുളിക്ക്, ഒന്ന് ബസ്സായിട്ട് വരും. ചൂടൊക്കെ ഒന്ന് ഇറങ്ങട്ടെ. നല്ല അസല് ചൂടുകളുണ്ട്. പോയി കുളിക്കാം. എവിടെയാ കുളിമുറി? പോയിക്കോളൂ. ഇനിയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. എനിക്ക് മനസ്സിലായി. ഞാൻ വഹിക്കൊള്ളാത്തൊരു പോലീസുകാരനാണെന്നും അവന്മാരെ പിടിക്കാൻ കെൽപ്പില്ലാത്തവനുമാണെന്നല്ലേ സാർമാർ രഹസ്യം പറഞ്ഞത്? I am a sincere man, police, no? Keep it up, keep it up. പോയി കുളിച്ചോളൂ രുദ്രപിള്ള. You go, man. 1 minute, 2 minutes. ഞാനിവിടെ ഒരു അന്വേഷണത്തിന് വന്ന കാര്യം നമ്മൾ 3 പേരും അല്ലാതെ വേറെ ആരും അറിയാൻ പാടില്ല. പോയിക്കോളൂ, പോയി കുളിക്കൂ മിസ്റ്റർ രുദ്രപിള്ള. പ്ലീസ് ടേക്ക് യുവർ ബാത്ത്. ഈശ്വര, ഇത് ഇയാളുടെ അവസാനത്തെ കുളി ആയിരിക്കണേ.
എന്താ മിസ്റ്റർ നായർ എന്ത് പറ്റി അവനെ കൊല്ലണം അല്ലെങ്കിൽ തന്നെ മിസ്റ്റർ നായർ എന്താ പറ്റിയത് പറയൂ മിസ്റ്റർ നായർ മിസ്റ്റർ നായർ ഉറങ്ങാണോ? അല്ല കുളിക്കുക. എന്താ വരണ? ഇനി എന്താ? അത്താഴം കഴിക്കാൻ വിളിക്കാൻ വന്നതാ. വേണ്ട. ബുൾസൈ ഉണ്ടാക്കിയിട്ടുണ്ട്. ആണാ? ആനമൊട്ട ബുൾസൈയാണോ? സോറി, പട്ടിയെയും പൂച്ചയും ഒക്കെ തിന്നൂന്ന് പറഞ്ഞോണ്ടല്ലേ ഞാൻ. നിർത്തി. ഇന്നത്തോടെ കംപ്ലീറ്റ് നിർത്തി. നിന്റെ തല മണ്ണി കുത്താതെ ഇവിടുന്ന് ഞാൻ ഇനി നോൺ വെജിറ്റേറിയൻ കഴിക്കുന്ന പ്രശ്നമില്ല. സത്യായിട്ടും? സത്യം. നിന്നെ പണ്ടാരടക്കിയ നിന്റെ അപ്പനാണ് സത്യം. അയ്യോ, പുള്ളില് പൂച്ച. ഇതേതേ പൂച്ച? താൻ തിന്ന പൂച്ച. എടി, നീനെ പറ്റിക്കായിരുന്നല്ലേ? നിന്നെ ഞാൻ ഇല്ല, ഇത് വെച്ചെറിഞ്ഞ നീ വിചാരിക്കും പ്രേമോണെന്ന്. കർത്താവേ, ഇത് മിസ്സാക്കല്ലേ. അയ്യോ, ഞാൻ എന്തിനാ ഇവിടെ വന്നത്? ഹൈ, സോഫി മോൾ ലീവ് കഴിഞ്ഞപ്പോ വന്നു. ഞാൻ കാപ്പി എടുക്കട്ടെ. ആ ദേ, രണ്ടുപേരെ ഊണ് കഴിക്കാൻ കൊച്ചമ്മമാര് വിളിക്കുന്നു. അല്ല, നിനക്ക് ആ പാട്ടുകാരി കുട്ടിയെ നേരത്തെ അറിയോ? കുട്ടിയെ? അത് ടീച്ചറാ. അവരുടെ വീട്ടിലല്ലേ അഞ്ജന താമസിക്കുന്നത്. എന്താ പാട്ട്, എന്താ ശരീരം? ശരീരമല്ല, ശാരീരം. എനിക്ക് തെറ്റിയതല്ല, അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്, ശരീരം. ആട്ടെ, അവര് പാട്ട് പഠിപ്പിക്കോ? താനിങ്ങനെ മോന്ത വീർപ്പിക്കണ്ടോ? എന്താ ചില്ലറ വേണ്ടെന്ന് വെച്ചാ കൊടുക്കാന്ന്? അവരങ്ങനെ ചില്ലറക്കാരിയൊന്നുമല്ല. പിന്നെ ആർട്സ് കോളേജിലെ മ്യൂസിക് പ്രൊഫസറാ. അല്ല, നാരായണേട്ടന് ഇപ്പൊ എന്താ വേണ്ടേ? താലി കണ്ടില്ല. എന്ത്? കഴുത്തിൽ താലി കണ്ടില്ലെന്ന്. ഒരു സ്ത്രീയെ കണ്ട എവിടെയൊക്കെ നോക്കും? നീ കാര്യം പറ, താലി കണ്ടില്ല. കല്യാണം കഴിക്കേണ്ട കഴുത്തിലോടുന്ന താലി ഉണ്ടാവുക. കിടന്ന അപ്പൊ ഉറങ്ങും പാവം. മോനെ, നീ ഒരു വാക്ക് അവരോട് പറ, ഞാൻ റെഡിയാ. കല്യാണക്കാര്യം പറഞ്ഞോണ്ട് ടീച്ചറിന്റെ അടുത്തേക്ക് ചെന്നാലേ അവര് ചെരുപ്പൂരി മോന്തക്കടിക്കും. അടി ഞാൻ കൊണ്ടോളാം. എന്നാലും നീ ഒന്ന് പറഞ്ഞു നോക്ക്. പോയ ഒരു വാക്ക്, കിട്ടിയ ഒരു ചരക്ക്. സംസാരിക്കാൻ പാടില്ല എന്നല്ലേ ഉള്ളൂ. ഉറക്കത്തിൽ സ്വപ്നം കാണുന്നത് ആർക്കും തടുക്കാൻ പറ്റില്ലല്ലോ. നേരം വിളിക്കണ വരെ ഞാൻ സ്വപ്നം കാണും. ഞാൻ കള്ളത്താടിക്കാരൻ. മോനെ, നമുക്ക് സ്വകാര്യമായിട്ട് സംസാരിക്കാം. മോ ഇവിടെ കിടന്നോ. എനിക്ക് പേടിയാ. ഈ പണ്ണറ എന്റെ രസവള്ളി പൊട്ടിച്ചേ. എന്റെ അമ്മേ! എന്താണോ? എനിക്ക് എന്റെ അമ്മേനെ വിളിക്കാൻ പാടില്ലേ? സ്വപ്നത്തിലെ പാട്ടുകാരി ടീച്ചറെ തന്നെ കാണിക്കണേ എന്റെ ഈശ്വര. ഓ, എന്താ എടുക്കാത്ത? മോളെ ആരോടും പറയണ്ട, ഇതിന്റെ അകത്ത് ഫിലിമൊന്നുമില്ല. പിന്നെ ഇതിൽ കൂടെ നോക്കുമ്പോ ഒരു കുളിർമ അത്രേ ഉള്ളൂ. ഓ, അത് ശരി. ആന്റിയുടെ ഹസ്ബൻഡേ പട്ടാളത്തിലാ. അധികം കുളിരുണ്ട, പനി പിടിക്കും. ആ, കൂട്ടുകാരെവിടെ? കണ്ടില്ലല്ലോ. ചെറുക്കൻ ഷെഡ് കാണാനില്ല, ഷർട്ട് കാണാനില്ല എന്നും പറഞ്ഞ അവളെ തെണ്ടി തിരിഞ്ഞ് നടക്കുന്നു. വയസ്സാം കാലത്ത് തന്നെ താടിയൊക്കെ ചീകി റെഡിയാക്കിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. എവിടെയെങ്കിലും പെണ്ണുങ്ങളുടെ വായി നോക്കി നിൽക്കണ്ടാവും. എന്നാ ഞാൻ പോയി നോക്കിട്ട് വരാം. ചെല്ലേ. ഔ പട്ടാ. രാമകുട്ടി, രാമ, അടി മേടിക്കാണ്ട് പോടാ. എടാ, തമ്പി സാറും വീട്ടുകാരും വന്നിരിക്കുന്നു. അടി പിടിച്ചിട്ടുണ്ടാവും, നല്ല ചട്ട കൊണ്ട് ഇളക്കി കൊടുത്താ മതി. എവിടെ ഇവൻ ആന കുത്തിയാലും എഴുന്നേക്കില്ല. അച്ചേട്ടാ, ഐ ലവ് യു. യു ലവ് യു? ഓക്കെ മൗലവി. കഴുത മുത്തശ്ശന്റെ. ആഹാ, കലാപരിപാടികൾ തുടങ്ങിയല്ലേ? അപ്പൊ ഇന്ന് നേരം വെളുത്തിട്ടേ പിരിയൂ. ഈ ഡോക്ടർ രാമൻകുട്ടിയെ പോലെ തന്നെയാണോ? കഴിക്കില്ല. ഞാൻ കഴിക്കാൻ രാമൻകുട്ടി സമ്മതിക്കില്ല. എന്റെ ഈശ്വര, ഇതെവിടുന്ന ഈ മണം? ആഹാ, അതെ, മദ്യത്തിന്റെ മണം തന്നെ. എന്റെ ഈശ്വര, ഈ തറവാട്ടിൽ കുടിക്കേ എന്ന് ഞാൻ ശരിയാക്കി തരാൻ. ഇത് ഇവിടെ ഇരുന്നോട്ടേട്ടാ. എന്താ ഇത്? വേസ്റ്റ് ഗ്ലാസ്സാ. വേസ്റ്റ് വരുന്ന മദ്യം ഒഴിക്കാനാ. സോഡ ഒഴിക്കാണ്ട് കുടിച്ച കൂമ്പ് പാടും. കുറച്ചും കൂടി. കുറച്ചും കൂടി മതി. കുറച്ചും കൂടി മതിയല്ലോ. സോഡ വേണ്ടേ? നിങ്ങൾ കുടിച്ചോ. അച്ചേട്ടാ, ഞാനൊന്ന് മുള്ളിയിട്ട് വരാം. ശരിക്കും ഉപ്പ് നോക്ക്. 12
എനിക്ക് കിടന്ന് ഉറങ്ങണം. ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല, സത്യേറ്റും. ഉറക്കപ്പിച്ചൊന്നുമല്ല, അവന്റെ സ്ഥിരമായിട്ടുള്ള ബാത്റൂം ഇതാ. പകലും അവൻ ഇവിടെ തന്നെ ഒഴിക്കണേ. ഞാൻ രാധികച്ചിയുടെ വീടൊക്കെ ഒന്ന് കാണട്ടെ. പോയിട്ട് വരൂ, അപ്പോഴേക്കും ഞങ്ങളിത് കാലിയാക്കിക്കോളാം. എനിക്ക് കുറച്ച് ഒഴിച്ചേക്ക്, കുറച്ച് മതിട്ടാ. മോശമായി പോയി, ഞാൻ ലൈഫിൽ മൂത്രമൊഴിക്കില്ല. ഹലോ, ഹനുമാന്റെ ലങ്കാദാനം കാണിക്കാൻ മേക്കപ്പ് ഇടാ, ചതിക്കല്ലേ? വാ, എന്റെ അമ്മോ, ഇതിന് പ്രൈസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടോ? മുഖസ്തുതി പറയാന്ന് വിചാരിക്കരുത്, നേരെ കാണുന്നതിലും ഭംഗി ഈ ഫോട്ടോയിൽ കാണുന്നതാ. ഇയാളെ തട്ടപ്പാരയ്ക്ക് കുടുംബത്തിൽ കയറുന്ന മനുഷ്യ കളിയാക്കാനാ? ഇയാൾ എന്റെ മുറിയിൽ നിന്ന് പോയെ. ഒരു പുരുഷന്റെ മുറിയിൽ പാതിരാത്രിക്ക് ഒരു പെങ്കൊച്ചിങ്ങനെ വന്ന് നിൽക്കാൻ പാടില്ല. ഓ, ഒരു വലിയ പുരുഷൻ. എന്തായാലും വല്ല സംശയം ഉണ്ടോ? ആ, സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? സംശയം ഉണ്ടെങ്കിൽ ഇയാളൊന്ന് പോയെ. രാമൻ ഇയാളുടെ... ഓ, ഞാനാണ് രാമൻ. അല്ല, ഞാൻ രാമൻകുട്ടിയെ മുത്തശ്ശൻ വിളിച്ചത് എന്റെ ഭാഗ്യം, അല്ലെങ്കിൽ കാണായിരുന്നു. ആരാ ഇവിടെ വന്നിരിക്കുന്നത്? രാധികടത്തിന്റെ വീട്ടിൽ നിന്നാ. നേരോ? ആ, പക്ഷെ ആ മുത്തശ്ശി വന്നിട്ടില്ല. എങ്കിൽ ഞാൻ ഉറങ്ങിന്ന് പറഞ്ഞാ മതി. ചേടാ, വയസ്സാങ്കാലത്ത് ഇങ്ങനെയാണെങ്കി ചെറുപ്പകാലത്ത് എന്തായിരുന്നാവോ? നീ മനുഷ്യന്റെ ഉറക്കം പോടാ. ഓ, കിടക്കണ കണ്ട ഉണങ്ങിയ കാമദേവൻ. കാമദേവൻ കൈയൊക്കെ മടക്കി വെച്ച് രാമനാമൻ ചോദിച്ചു കിടന്നോ. ഒന്നാം മല കയറി പോകണ്ടേ, അത് തമ്പി സാർ കുറെ ആളായല്ലേ ഒന്നാമല എന്ന്. എന്താ തമ്പി സാറേ ഒന്നാമല? നീ എന്നെ എന്താ വിളിച്ചത്? തമ്പി സാറേന്ന്. അനിയന്റെ ഭാര്യയുടെ അച്ഛനെ സാറേന്നോ? എന്താ? എടാ തമ്പിന്ന് വിളിയടാ. എടാ തമ്പിന്ന് വിളിക്കാം. ബസ്സില്ല. അച്ചു എന്റെ സ്വഭാവം മാറും. എടാ തമ്പിന്ന് വിളിക്കില്ല. ആ, ഇപ്പൊ പ്രശ്നമൊക്കെ തീർന്നല്ലോ. ഇതാണ് പിടിച്ചേ. ഇനി നമുക്ക് സമയം കളയാണ്ട് ഇതാണ് അടി. ഒന്നാം മല കയറി പോകണ്ടേ. അച്ഛന്റെ തലയും കുത്തിപ്പാട്ടിനേക്കാൾ ഗംഭീരമായ ഒരു കവിതയാണ് ഞാനിപ്പോ വായിക്കാൻ പോകുന്നത്. നമ്മുടെ രാമൻകുട്ടി ഒരു കലാകാരൻ മാത്രമല്ല, ഒരു മഹാകവി കൂടിയാണെന്ന് വളരെ വൈകിയാണ് ഞാൻ അറിഞ്ഞത്. ഒരു സമയം കൊണ്ട് കവിത എഴുതിയ മോള് വായിക്കേ. ആധുനിക കവിതയാ, ആരും ഞെട്ടരുത്. സ്നേഹത്തിന്റെ ഗൗളിത്തെങ്ങുകളിൽ മണ്ടരിയോ. ഞാൻ വരില്ല, ഞാൻ ഇവിടെ നിന്നോളാം. മോള് വായിക്കേ. അങ്ങ് പൊക്രാനിലെ വസന്തകാല പറവകൾക്ക് കോഴി വസന്തയോ, കാശ്മീർ തീവ്രവാദികൾക്ക് ജലദോഷമോ. എങ്കിലും സോദര, ഇളം കാറ്റിലെവിടെയോ തേങ്ങാക്കുലകളാടുന്നു. എന്നോട് ചോദിക്കാതെ കുട്ടിയോടി കവിത എടുക്കാൻ ആരാ പറഞ്ഞത്? അല്ല രാമൻകുട്ടി, എനിക്കൊരു സംശയം. ഈ ഇളങ്കാറ്റിൽ എങ്ങനെയാടാ തേങ്ങാക്കുലകൾ ആടണേ? ഇത് ഞാൻ കറക്റ്റ് ചെയ്യാത്ത കോപ്പിയാ. അല്ല, കോപ്പിയാ. തേങ്ങാക്കുല ആടുന്നു എന്നല്ല, തേങ്ങാക്കുലയിലാടും. അതെ അതെ, ചെന്തെങ്ങിന്റെ കൊലിയാണെങ്കിൽ ആടും. എനിക്ക് അനുഭവം ഉണ്ട്. നീ എവിടെ നിന്ന്? മോള് വായിക്കും മോളെ. ഇളം കാറ്റിലെവിടെയോ തേങ്ങാക്കുലകളാടുന്നു. അയ്യോ, കളഞ്ഞല്ലോ. ഈ വർഷത്തെ വയലാർ അവാർഡല്ലേ കിടക്കുന്നത്. എനിക്ക് പറയാനുള്ളത് കൂടി കേൾക്കണം. ചെന്തെങ്ങിന്റെ കൊലയാണെങ്കിൽ ആടും, ടീൻവിഡിയുടെ കൊലയാണെങ്കിലും ആടും, നടന്നീങ്ങിന്റെ കൊലയാണെങ്കിൽ ആടില്ല. ഞാൻ സമ്മതിക്കില്ലടാ. അച്ചുവേ, നേരം വെളുക്കാറായി, ഞങ്ങൾ അങ്ങ് ഇറങ്ങും. നിങ്ങൾ നടന്നു. അച്ചു, എനിക്ക് സന്തോഷായി. ഇനി ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങിക്കോളാം. ഹലോ മാധവി, ചെന്തെങ്ങിനെ കൊണ്ട് ഞാൻ ടീൻവിഡിനെ കല്യാണം കഴിപ്പിക്കും. ഓ എന്റെ പോഞ്ഞിക്കരെ. എന്താ രാമൻകുട്ടി, മോനെ നീങ്ങി വന്ന്. ചെല്ലടാ. നാളെ രാവിലെ നീ വീട് വരെ ഒന്ന് വരണം. ഒരു അത്യാവശ്യ കാര്യമുണ്ട്. അപ്പോ ഗുഡ് മോർണിംഗ്. നാളെ നിന്നോട് ചെല്ലാൻ പറഞ്ഞത് എന്തിനാണെന്ന് അറിയോ? എന്തിനാ? എനിക്കത് അറിയാമെങ്കിൽ നിന്നോട് ചോദിക്കൂ. പിന്നെ അവള് നിന്നോടൊരു കാര്യം പറയാൻ പറഞ്ഞു. നാളെ നീ ചെല്ലുമ്പോ മുണ്ടെടുക്കരുതെന്ന്. അയ്യേ, എടാ പാന്റ് ഇട്ട് ചെല്ലാൻ. എന്താ ഇറങ്ങും എന്നെ കാര്യണ്ട്. ഭാഗ്യം സമയത്തിനെത്തി. നമുക്കെന്താ ഇവിടെ കാര്യം? ഇവിടെ ലെക്ചറാണ് ഈ കുട്ടി. ഇവിടെ നിന്ന സൗകര്യമായിട്ട് കുട്ടിയെ കണ്ടുപിടിച്ചൂടെ? വേണം. താ ഇവിടെ നിന്നാ മതി, ഞാൻ പോയി കണ്ടുപിടിച്ചു. അമ്മാവോ, അമ്മാവോ, ഒരു സോഡാ നാരങ്ങ വെള്ളം എടുക്കട്ടോ?
എന്താ പോടാ വീട്ടിൽ പോടാ പോടാ അമ്മാവോ ഞങ്ങളുടെ കഞ്ഞി പാറ്റ ഇടല്ലേ. ഞങ്ങൾ ഉള്ളോണ്ട് ജീവിച്ചു പൊക്കോട്ടെ. എന്താ കുട്ടി വന്നിട്ടില്ലേ? കുട്ടി മിസ്സാവൂട്ടപ്പോ ഇതുണ്ടാവാൻ പോണത്. താനീ ആക്രാന്തം കാണിക്കാതെ നമുക്ക് ആളെ ഡിപ്പാർട്ട്മെന്റ് നേരിട്ട് പരിചയപ്പെടാലോ. എന്നെ നമുക്ക് കുട്ടിയെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നേരിട്ട് പരിചയപ്പെടണ്ടോ? ആ മിസ്സായി, ആ കുട്ടി മിസ്സായി. ഒത്തിരി സ്ഥലം തന്നെ കുട്ടികളെ ദേശ സ്ഥലത്ത്. കൺട്രോൾ റൂം, കൺട്രോൾ റൂം. ഇയാള് ഗിഫ്റ്റ് വാങ്ങിട്ട് പോവൂ. അമ്മാവോ അമ്മാവോ ചെല്ല് ചെല്ല്. ഏരിയ വളരെ മോശമാ. അമ്മ ഇവിടെ കിടന്ന് അധികം ഷൈൻ ചെയ്യണ്ട, സമയം കളയാതെ വീട്ടിൽ പോകാൻ നോക്കും. ചെല്ല് ചെല്ല്. ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട്. അതെ, ജാതകവശായി എനിക്കിപ്പോ ശുക്രദശയായി. എന്തു വന്നാലും അതൊക്കെ ശുക്രൻ തട്ടി മാറ്റിക്കോളും. വണ്ടിയിലോട്ട് കയറാൻ, വണ്ടിയിലോട്ട് കയറാൻ. അതൊക്കെ സ്റ്റേഷനിൽ വന്ന് പറഞ്ഞാൽ മതി. അങ്ങോട്ട് ചെല്ല്, പോണോ വണ്ടി വിട്. എന്താണോ പേര്? എന്റെ പേര് നാരായണൻ. തന്റെ പേര് ഞാൻ ചോദിച്ചില്ലല്ലോ. വെറും മേനോനാ? അല്ല, കൃഷ്ണൻകുട്ടി മേനോൻ. തന്നോട് പറയാൻ പറഞ്ഞില്ലല്ലോടോ. എന്റെ പേര് പറയരുതെന്നല്ലേ മേഡം പറഞ്ഞത്, അതുകൊണ്ടാണ് ഞാൻ അയാളുടെ പേര് പറഞ്ഞത്. എന്റെ പേര് വേണമെങ്കിൽ അയാൾ പറഞ്ഞോട്ടെ. അയ്യോ, കുറെ നേരമായിട്ട് തന്നെ ഓവർ സ്മാർട്ട് കളിക്കുകയാണല്ലോ. താനാണല്ലോ സർക്കസ് മാനേരോ. തന്റെ വട്ട പൊട്ടും സ്യൂട്ടും അഴിടോ, അഴി ഊരത് അഴിക്കേ. കൃഷ്ണൻകുട്ടി മേനോൻ. ലീലാമ്മ എഴുതിക്കോ, കൃഷ്ണൻകുട്ടി മേനോൻ. പിന്നെ നിങ്ങളുടെ വീട്ടിലാരൊക്കെയുണ്ട്? എന്താ കാണിക്കുന്നേ? ഇടോ. അല്ല, മേഡം പറഞ്ഞില്ലേ ഇതായിരിക്കും. തന്നോട് ഞാൻ പാന്റ് ഇടാൻ പറഞ്ഞോ, ഇടോ അത്. വൃത്തികെട്ട. ഞാൻ എന്താ ചോദിച്ചേ? വീട്ടിലെ ആരൊക്കെ ഉണ്ടെന്ന്. അമ്മൂമ്മയുടെ ഒരു ഉത്തരം തന്നോട് ഞാൻ ചോദിച്ചോടോ. വീട്ടിലാരൊക്കെയുണ്ട്? എനിക്ക് 2 ആമക്കളാണ്. നിങ്ങളുടെ വൈഫ്? വൈഫ് മരിച്ചുപോയി. ഓ, എത്ര വർഷമായി? 24 വർഷമായി. 24 വർഷം. ലീലാമ്മേ, 24 വർഷമായി വിഭാര്യനായി കഴിയുന്ന ആളാണ്. അപ്പൊ ഇയാൾ പൂവാലനായതിൽ അത്ഭുതമില്ല. ഈ കപ്പ എവിടുന്ന് കിട്ടിയത്? താനോ? ഞാൻ ബാച്ചിലറാ. കല്യാണം കഴിച്ചിട്ടില്ല? എന്താ കല്യാണം കഴിച്ചിട്ടില്ലേന്ന്? കല്യാണം കഴിച്ചിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണോ ബാച്ചിലർ ആകുന്നത്? വൈഫ് എന്നെ ഉപേക്ഷിച്ചു പോയി, അപ്പൊ ഞാൻ അവരെ ഡൈവേഴ്സ് ചെയ്തു. മിടുക്കൻ. കുട്ടികൾ? അതിനുള്ള ടൈം കിട്ടില്ല, അപ്പോഴേക്കും അവര് പോയില്ലേ. ഒരു സ്ത്രീ രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ട എന്നിട്ടിപ്പോ അവരെവിടെ? എന്നെ കൊണ്ട് താൻ ഈർക്കിൽ എടുപ്പിക്കും. മനസ്സിലായി. ലീലാമ്മേ, FIR എഴുതിക്കോ. എക്സ്ക്യൂസ് മീ, എസ്ഐ ഉണ്ടോ? ഉണ്ട്. അകത്ത് 2 പ്രതികളെ ചോദ്യം ചെയ്തോണ്ടിരിക്കുക. ഓ, അത് ശരി. ആരോടത്തെ എസ്ഐ? മറിയാമ്മ സാറാ. ഓ, മറിയാമ്മ. അല്ല, അവരാര് പറഞ്ഞ കേക്കും? ആര് പറഞ്ഞാലും കേക്കും. മാഡത്തിന് ചെവിക്ക് കുഴപ്പമൊന്നുമില്ല. ഭർത്താവിന്റെ പരസ്ത്രീ സംസർഗം മൂലം ആത്മഹത്യ ചെയ്യപ്പെട്ടു എന്ന് കരുതപ്പെടുന്ന സ്ത്രീയുടെ ഭർത്താവായ ടി കൃഷ്ണൻകുട്ടി മേനോനുമാണ് ഈ കേസിലെ മുഖ്യ പ്രതികൾ. നിഷ്കളങ്കയും നിർധനയുമായ 14 വയസ്സുകാരി ബാലികയെ ക്രൂരമായ ശാരീരിക പീഡനങ്ങൾക്ക് വിധേയയാക്കിയ ഈ പ്രതികൾ. ആരാ? എന്താ വേണ്ടേ? ഒരു മിനിറ്റ്. യൂസ് ചെയ്യും. ആക്ച്വലി ഐ മീൻ, എന്താണോന്ന് പരുകുന്നേ? തന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. അയ്യോ, ഞാൻ ആദ്യമായിട്ടാ പോലീസ് സ്റ്റേഷനിൽ കയറുന്നത്. പവൻ കെ മേനോൻ. പക്ഷേ എന്നെ എങ്ങനെ മനസ്സിലായി? അറിയാമയാടോ. ദേ, താൻ പണ്ടേ SN കോളേജിൽ പഠിച്ചിരുന്നപ്പോ അവിടെ ഫൈനൽ ഇയർ BSc പഠിച്ചിരുന്ന മറിയാമ്മ. ഓ, മറിയാമ്മ തോമസ്. ഫിസിക്സ് പ്രൊഫസർക്ക് ലവ് ലെറ്റർ കൊടുത്തതിന് അങ്ങേരുടെ ഭാര്യ ഓടിച്ചിട്ടല്ലേ? ഞങ്ങൾ ആരോടും പറയില്ല. അവിടെ പോയി നിൽക്കണം. സോറി, കിളവൻ കേട്ട് ഞാൻ കണ്ട ഇമോഷൻ. അല്ല, ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത മറിയാമ്മ അവസാനം വെറും പോലീസായി തീരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഓരോരോ സാഹചര്യങ്ങളല്ലേ പവൻ മനുഷ്യനെ പോലീസുകാരാക്കി മാറ്റുന്നത്. അല്ല, താൻ എന്താ ഇവിടെ? എന്തെങ്കിലും പരാതി ഉണ്ടോ? ഉണ്ടെങ്കിൽ പറ, ഇടിച്ചവന്റെ പരിപ്പ് ഞാൻ ഇളക്കി തരാം. അയ്യോ, എനിക്കതിന് പരാതിയൊന്നുമില്ല. ഞാൻ ഇവരെ ഇറക്കാൻ വന്നതാ. ഇവരോ? ഈ പൂവാലൻ അമ്മാവന്മാരോ? ഇവരാരാ? തന്റെ റിലേറ്റീവ്സാ?
അയ്യേ എന്റെ ആരുമല്ല. പിന്നെ അങ്ങേരെ എന്റെ വീട്ടിലെ ഒരു അടുക്കളയിലെ ഒരു കുക്ക. ഏതാ താടിക്കാരനോ? രാവിലെ പച്ചക്കറി വാങ്ങിക്കാൻ വന്ന, പിന്നീട് അന്വേഷിച്ചപ്പോഴാ ലോക്കപ്പിലെ പോലീസിലാണ്. അപ്പൊ പൊട്ടനോ? ആളെനിക്കറിയില്ലേ. സാറിന് എന്നെ ഓർമ്മയില്ല. ഇയാളാ വീട്ടില് പറമ്പില് പശുവിനെ പുല്ലിരിക്കണൊക്കെ വരണുണ്ട്. കഷ്ടം. അയ്യോ, FIR എഴുതിയ ശേഷം ഇവരെ എങ്ങനെയാ വിടുക? അല്ല, ആ കുക്കിനെ മാത്രം ഒന്ന് വിട്ടുകിട്ടിയാ വീട്ടില് ചപ്പാത്തി ഇഷ്ടം ഒക്കെ ഉണ്ടാക്കാൻ ആളില്ലാണ്ട് അച്ഛൻ കാത്തിരിക്ക. ആ കുക്കനെ കൊണ്ടുപോക്കൂ, മറ്റേ പൊട്ടനെ തട്ടി അകത്തിട്ടേക്കട്ടാ. അത്രയ്ക്കൊന്നും വേണ്ട. ഒരു 10-200 ഏത്തൊക്കെ ഇടിപ്പിച്ച് തലയും കുത്തിർത്തി കണ്ണിൽ മുളകൊടി ഇട്ടാ മതി. ഓക്കെ, ശരി. ഇനി തന്നെ ആ കോളേജിന്റെ പരിസരത്തെങ്ങാനും കണ്ടിട്ടുണ്ടെങ്കിൽ പൊക്കോ. ഞാനുണ്ട് ട്ടോ. കാതെ കടിക്കുന്നില്ല, പോ. മേന്നെ. മേന്നെ. ദേ, 1 2 3 4. തന്നോട് ആരാ ഏത്തോടാൻ പറഞ്ഞു? അല്ല, വേഗം ഏത്തിട്ടുണ്ടെങ്കിൽ ആ വണ്ടിക്ക് പോവാലോ. ഞങ്ങളുടെ വണ്ടിയിലല്ലേ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. തിരിച്ച് ആംബുലൻസിൽ വീട്ടിൽ എത്തിച്ചേക്കാം. തുടങ്ങിക്കോ, നടന്നോട്ടെ. പെങ്ങളെ, നമ്മളെ എവിടെ വെച്ച എണ്ണ നിർത്തിയേ? ഞാൻ എണ്ണിയില്ല. എണ്ണില്ല അല്ലേ? നമുക്ക് ആദ്യം മുതിയും തുടങ്ങാം. 1 2. അതെ, ഇനി ഇതിന് ഓണർ ഒന്നും വല്ല പ്രശ്നം ഉണ്ടാക്കൂ. എന്ത് ഓണർ, ഏത് ഓണർ, എവിടത്തെ ഓണർ? അവരിപ്പോ എവിടെയാണെന്ന് മുകളിലിരിക്കുന്നതിന് മാത്രമേ അറിയൂ. അങ്ങനെ മുകളിലിരിക്കുന്നവന് മാത്രം അറിയാന്ന് പറയരുത്. എനിക്കറിയാമായിരുന്നെങ്കിലേ ഞാൻ അങ്ങേരം പ്രതീക്ഷിച്ചിട്ട് മുകളിൽ താമസിക്കും ഒരാഴ്ചയായിട്ട്. 1 മിനിറ്റ്. ഇയാൾ ആരാ? ഈ ബസിന്റെ മുതലാളിയുടെ അച്ഛന്റെ അടുത്ത ബന്ധുവാ ഞാൻ, സുന്ദരൻ. കളിയാക്കണ്ട. ഇങ്ങനെ വെയിൽ കൊണ്ട് കോലം കടയേണ്ട ആളല്ല ഞാൻ. അങ്ങ് ദുബായിൽ ഷെയ്ക്കിന്റെ അണ്ടറിൽ കഴിയേണ്ടവനാ. മൊയിലാളി ആയിരിക്കും. ബെൻസിലോ? ബെൻസിൽ വരണമെങ്കിലേ അവന് 7 ജന്മം ജനിക്കണം. കണ്ടോ, കണ്ടില്ലെങ്കിൽ കണ്ടോ, ഇന്നലെ വരെ പിച്ചക്കാരനായിരുന്ന മുതലാളി ഇന്ന് പണക്കാരനായി ആവേശത്തിൽ തിരിച്ചു വന്നിരിക്കുന്നു. സുന്ദര, ലിഫ്റ്റ് തന്നേനെ താങ്ക്സ്. ചായ കുടിക്കാൻ എന്തെങ്കിലും? ഒന്നും വേണ്ട. അല്ല, എനിക്കെന്തെങ്കിലും തന്നിരുന്നെങ്കിൽ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലേ. ഗിഫ്റ്റ് ആയിട്ട് തന്നാലും മതി. ഒന്ന് പോടോ. അല്ല, സൂക്ഷിച്ചൊക്കെ പോണേ. ഓപ്പോസിറ്റ് പാണ്ടിലോറ് വരുന്നതാ. ഉണ്ണികൃഷ്ണ, ആ ക്യാഷ് എടുത്ത് അയാൾ നാട്ടിലേക്ക് തള്ളു. ആക്രാന്തം തീരട്ടെ. എടാ, നമ്മുടെ വണ്ടി പൊളിക്കാൻ പോണേരുന്നടാ. സുന്ദര, സ്റ്റോപ്പ്. കാശ് തരാൻ സ്വല്പം വൈകിയെന്ന് കരുതി ദ്രോഹിക്കരുത്. എങ്ങനെ മനസ്സ് വന്നു ഇത്ര മനോഹരമായി ഈ വണ്ടി തല്ലിപ്പൊളിക്കാൻ? എന്റെ അവറ മുതലാളി, എന്റെ അച്ഛന്റെ ഓർമ്മയ്ക്കായുള്ള ലാസ്റ്റ് എവിഡൻസ് ആണ് ഈ ബസ്. അത് തുടരുത്. എന്നെയും തുടരുത്. സോറി. രൂപ താടോ. രൂപ? മുതലാളിക്കുന്ന രാവിലെ ഞാൻ 10,000 രൂപ. 10,000 10,000 ഉള്ളത് കണ്ടിട്ട് വണ്ടി എടുത്തിട്ട് പോടും. അല്ല, തരണോന്നുള്ള ആഗ്രഹമായിട്ട് വന്നാണ്. പക്ഷെ കിട്ടണ്ടേ? ആഹാ, അപ്പൊ ഒന്നുമില്ലാതാണ് കയറി വന്നതല്ലേ. പലിശയെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചു. നോക്കി നിൽക്കാതെ പൊളിക്കാം. മുതലാളി ഇൻസൾട്ട് ചെയ്യരുത്. പട്ടിണി കിടന്നപ്പോ പോലും ഞാൻ ചെയ്യാത്തൊന്നുണ്ട്. ഇനി എനിക്ക് മേലും കീഴും സുന്ദര വിടറാ. അരഞ്ഞാണോ? എനിക്ക് 3 വയസ്സുള്ളപ്പോ മുത്തച്ഛൻ എന്റെ അരയെ കിട്ടിയതാ. എടുത്തു. ഇതെന്താ ചരട്? 3 വയസ്സുള്ളപ്പോ എന്റെ അരവണ്ണം ദേ ഇത്രേ ഉള്ളൂ. ഞാൻ വളരുന്ന അനുസരിച്ച് ചരട് വെച്ച് എക്സ്റ്റെൻഡ് ചെയ്തതാ. തൽക്കാലം മുതലാളി ഇതെടുത്തിട്ട് എന്റെ വണ്ടി ഒന്ന് വിട്ടതാ. ഞാൻ എവിടെയെങ്കിലും പോയെന്ന് രക്ഷപ്പെടട്ടെ. അപ്പൊ ബാക്കി തരാം. എന്ന്? ഫെബ്രുവരി 30 അതെ, അങ്ങനെ ഒരു ഡേറ്റ് ഉണ്ടെങ്കിൽ തന്നിരിക്കും. ഓക്കെ, വണ്ടി എടുത്തിട്ട് പോയിക്കോ. സുന്ദര, വണ്ടി കയറാ. എടുത്ത് മാറ്റടാ ഇയാടാ. അപ്പൊ ഫെബ്രുവരി 30. ഫെബ്രുവരി 28 ഉള്ളേ. കുറെ നാളായി നിന്നെ കൈ കിട്ട കാത്തിരിക്കുകയായിരുന്നു ഞാൻ. നിനക്ക് കണ്ടു ഞാൻ വേറൊന്നും കണ്ടില്ലല്ലേ. എന്റെ പാസ്പോർട്ട് തന്നെ വേണമായിരുന്നല്ലേ. ഉണ്ണി, എന്താ? അവനെവിടെ ഇരിപ്പുണ്ട്. ആര്? എലി. എന്റെ പാസ്പോർട്ട് കറണ്ട് ചെയ്യുന്നില്ലേ? എവിടെ? ഷെൽഫിന്റെ അകത്ത്. സുന്ദര, നീ എന്തേ കാണിക്കുന്നേ? തരാടാ. എടാ, ഇപ്പൊ സിഗല്ല ഒന്ന്. സുന്ദര, കടത്ത്. അത് മിസ്സായി. നിക്കാനേ പറഞ്ഞു. സിഗല്ലായി. ഇവിടെ പോയി. വണ്ടി എടുക്കണോ? ഇങ്ങോട്ട് എടുക്കണോ? ഈശ്വര, ദേ വരുന്നു. സാറിനും കുട്ടികൾക്കെല്ലാം സുഖം തന്നെയല്ലേ? താൻ എന്തോ ഉണ്ടാക്കുവാടോ? അയ്യോ, വണ്ടി എടുത്ത് മാറ്റോ? എടുത്തു മാറ്റാൻ എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല സാർ.
വണ്ടി പിന്നെ ഊട്ടറില കിടക്കണേ. ഫസ്റ്റിലിട്ട് അങ്ങോട്ട് എടുക്കടാ. അതാ സാർ പറഞ്ഞു വരുന്നത്. എന്റെ ഒരു ഫ്രണ്ട് എന്ന് വെച്ചാ അച്ഛന്റെ ഒരു അകന്ന ബന്ധുവാ. അവന്റെ പാസ്പോർട്ട് വണ്ടിയുടെ ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ വെച്ചിരുന്നു. അതൊരു എലി കരണ്ടു. ആ എലിയെ ഇപ്പൊ അവൻ കണ്ടു. അതിനെ കൊല്ലാൻ വേണ്ടി ഗിയറിന്റെ ലിവർ ഊരിക്കൊണ്ട് ഇറങ്ങി ഓടിയിരിക്കുക. അവനിപ്പോ വരും. സാർ അകത്തേക്ക് കയറിയിരിക്കേ. എന്താ വെയില്. സാറ് വല്ലാതെ കറുത്തു. വാ സാർ അകത്തേക്ക്. ഈശ്വര വീരപ്പൻ കുറിപ്പ്. ഓക്കെ സാർ. നീ എന്താണ് തമാശ കളിക്കണം? കഴിഞ്ഞ ആഴ്ച കലൂർ ബസ് സ്റ്റാൻഡിനടുത്ത് 1.5 മണിക്കൂർ ട്രാഫിക് ജാം ഉണ്ടാക്കിയത് നീലടാ. സാറിന് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ചിലപ്പോ ഞാനായിരിക്കാം. നിന്റെ അച്ഛനെ വഴിയാണ് റോഡ്. ഫസ്റ്റ് നിന്നെ കണ്ടപ്പോഴേ ഞാൻ ലാസ്റ്റ് വാണിംഗ് തന്നാണ്. ഈ പാട്ടയും കൊണ്ട് റോഡിലേക്ക് തെണ്ടാൻ ഇറങ്ങരുത്. സുന്ദരാ, നീ എങ്ങനെ സുഖിപ്പിച്ച് പുകഴ്ത്തി എന്നെ സോപ്പിടൊന്നും വേണ്ട. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഞാൻ സുന്ദരനാണെന്ന്. സാറിനല്ല, ഞാൻ വേറെ ആളെ വിളിച്ചതാ. വണ്ടി എടുത്ത് മാറ്റണം തെണ്ടി. ഇനി വാടി കാലെ കൊണ്ടതാ. കൊല്ലും ഞാൻ. കാറിന്റെ അകത്ത് വെല്ലത്തി. അയ്യോ, അത് വിട്ടില്ല. എലി. വൃത്തിയിലാണ് കച്ചാവമേ. എന്താണ് എലി എലി എലിയല്ലടാ, പുലിയാ. ഓടരുത്. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചത്? അതാണ് എനിക്ക് ഭ്രാന്താ. എന്റെ ജീവിതം തകർത്ത എലിയെ വകവരുത്തിട്ട് ഇനി വേറെ കാര്യമുള്ളൂ. ഈ ലിവർ കിട്ടിയിട്ട് വേണം വണ്ടി എടുക്കാൻ. ഇതേ ലിവർ കൊണ്ടുവേണം എലിയുടെ ലിവർ എനിക്കും തകർക്കാൻ. ഇത് കളക്ടറേറ്റ് റോഡാണ്. കളക്ടറേറ്റ് റോഡിൽ വെച്ച് എലിയെ കൊല്ലാൻ വേണം നിയമമുണ്ടോ? ജാം. ജാമോ? അതും അവൻ തിന്നു. ആ ജാമല്ല, ട്രാഫിക് ജാം. നമ്മുടെ വണ്ടി മാറ്റിയിട്ട് വേണം ഈ വണ്ടികൾക്കൊക്കെ പോവാൻ. കഴിഞ്ഞ ആഴ്ച നമ്മൾ കല്ലൂരുണ്ടാക്കിയ ട്രാഫിക് ജാമിന്റെ അത്രം പോരാ. അന്ന് നിന്റെ മോന്തയുടെ ഷേപ്പ് അടിച്ച് മാറ്റിയ സി ഐ വീരപ്പൻ കുറിപ്പാടെ കലിതുള്ളി വണ്ടി മാറ്റണം. കിട്ടി സാർ, കിട്ടി. ഇതാണ് സുന്ദരൻ. ഇവനെയാണോ സുന്ദരാന്ന് വിളിച്ചത്? വണ്ടി എടുക്കണം. വണ്ടി ഞാൻ എടുത്തോളാം. ആരുടെ പുറകിൽ അടിച്ചത്? ആരടാ? നീയാണല്ലേ? എന്താ ഡോറ. കേറുമ്പോ ബാക്കിൽ നിന്ന് വിളിക്കല്ലേ. നീ എന്താ വണ്ടി പൊളിച്ചെടുക്കുന്നു? ഇപ്പൊ ശരിയാക്കാം സാർ. വാതില് വണ്ടി എടുക്കണം. ഒന്ന് മാറണം. എന്താടാ? വണ്ടി ഓഫായി പോയി. വണ്ടി ഓഫായി പോയി. പോയി വണ്ടി അല്ലടാ, വേഗം ചെല്ലടാ. സാറേ അവൻ പറ്റിക്കും. തള്ളൂല. ഒന്ന് പോയി നോക്കൂ. സാറേ ഒന്ന് കൈവെക്കാം. പിന്നെന്താ? മതിയോ? വണ്ടിയുമ്പോ കൈവെക്കാമോ എന്നാണ് ചോദിച്ചത്. വണ്ടി തള്ളടാ മര്യാദക്ക്. എന്നോട് വണ്ടി തള്ളടാ. നിന്റെ അപ്പനോട് പറയടാ. ഉണ്ണി, ഞാന് വേണി പുറത്താണ്ടാ. വണ്ടി നിർത്തടാ. എടാ പട്ടി, പിന്നെ നിർത്തിയ എടുത്തോണ്ട് പോടാ. ഞാൻ കേറിയില്ലടാ. അയ്യോ, ഒന്നെലുങ്കി പോയി. ഉണ്ണിയടാ, വണ്ടി നിർത്തടാ. ഞാൻ പുറത്താണ്ടാ. കാണിച്ചു തരാടാ. ഞാനിവിടെ കാണിച്ചോണ്ടിരിക്കണ്ട. താങ്ക് യു. 10 രൂപ. ഇവിടെ ഇപ്പൊ ആരെങ്കിലും വിളിച്ചേ? വെൽക്കം. ഹായ്. ഇവിടെ ഒരു സെയിൽസ്മാൻ ഉണ്ടല്ലോ, സച്ചിദാനന്ദൻ. ഏത് ഷോപ്പില്? ഷോപ്പ് അറിയില്ല. സച്ചിദാനന്ദൻ. സച്ചിന്നാ വിളിക്കുക. അയ്യോ അറിയില്ല കേട്ടോ. ഇവളെന്തിനാ എന്നെ അന്വേഷിക്കണത്? അത് ഈ പെണ്ണിന്റെ കൂടെ. മോളെ വയറുമ ടച്ച് ചെയ്യാണ്ട് പോണേ. ഞാൻ വാ. അയ്യോ മോളിലേക്ക് പോവല്ലേ. തല പുറത്ത് കാണിക്കട്ടോ. ഒന്ന് ഞെക്കിത്താരെങ്കിലും. ഇതെന്താ സ്കൂൾ വിട്ടാണോ? അല്ല ഒന്നുമില്ല. ഇതിന്റെ ഡോറെന്താ പുറത്തേക്ക് വരാത്തെ?
ഞാൻ വിചാരിച്ച ആകാശത്തേക്ക് പോയത്. വരുന്നുണ്ട്. ഒന്ന് പോകണ്ട അവിടുന്ന്. ഞാൻ പറഞ്ഞോട്ടെ, ഒന്നുമില്ല. ടൈം പാസ്. ആരാ? ആളറിയാതെ ആണെങ്കിലും നിനക്കൊരു അടിയുടെ അത്യാവശ്യം ഉണ്ടായിരുന്നു. വിളിക്കല്ലേ, ഈ സമയത്ത് ഞാൻ പ്രായമൊന്നും നോക്കൂലോ പാപ്പ. ഈ ഒരു കയ്യകലത്തിൽ നിന്ന് മാറി അവിടെ എവിടെയെങ്കിലും പോയിരുന്നു. സ്ത്രീ പീഡനത്തിന് കേസെടുക്കാൻ നിന്റെ ഭാഗ്യം. അതിനെ സ്ത്രീകളെ കയറി പിടിച്ചാലല്ലേ കേസെടുക്കൂ. ഇടക്കാലാശ്വാസമായിട്ട് കിട്ടിയിരുന്ന ഒരു പണി നീ കാരണം ഇല്ലാണ്ടായി. ഇയാൾക്കപ്പ എന്റെ പേരൊന്ന് വിളിച്ചുകൂടായിരുന്നോ? ഞാൻ എത്ര പ്രാവശ്യം നിന്നെ ജെന്നി ജെന്നിന്ന് വിളിച്ചു. നീ കേട്ടത് പന്നി പന്നീന്നല്ലേ? തൈയൊക്കെ കെട്ടി വലിയ കൊമ്പത്തി ഉദ്യോഗമാണെന്നല്ലേ വീൻ പിടിച്ചിരുന്നത്? തയ്യൊക്കെ ഉണ്ടായിരുന്നല്ലോ ബാക്കില്, നീ കണ്ടില്ലേ? എന്താ അവിടെ എഴുതണത്? കണക്ക്. ഡോക്ടറെ കണ്ടതും സ്റ്റിച്ചിട്ട വകയിലും പിന്നെ അവിടെ നിന്ന് ഇവിടെ വരെ ഓട്ടോറിക്ഷ പിടിച്ചു വന്നതും എല്ലാം കൂടെ കൂട്ടി 310 രൂപ. ആ മരുന്ന് വന്നു. പിന്നെ 60 രൂപ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്ന് വാങ്ങിയത്. അപ്പൊ എല്ലാം കൂടെ കൂട്ടി 370 രൂപ. അത് ആ കുട്ടിയല്ലേ കൊടുത്തത്, അതിന് ഇയാളെന്തിനാ കണക്കെഴുതുന്നേ? അത് തൽക്കാലത്തേക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റ്. നാളെ കാലത്ത് ഞാൻ തിരിച്ചു കൊടുക്കൂലേ? ഇയാളെ പോലെ അല്ല ഞാൻ, എനിക്കേ അഭിമാനമുണ്ട്. അത് നീ എനിക്കിട്ടൊന്ന് ആക്കിയതാണല്ലോ. എനിക്ക് അഭിമാനം കൂടിയതുകൊണ്ടാ ദരിദ്രവാസിയായിരുന്നിട്ടും 10,000 രൂപയുടെ കെട്ട ആ തള്ളയുടെ മോളുടെ മുമ്പിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് കൊടുത്തത്. അതെ, അത് പറയാനാ കുട്ടി എന്നെ വിളിച്ചോണ്ട് വന്നത്. അല്ലാതെ നായകന്റെ വീരസിംഗ് കണ്ട് പ്രേമപരേഷയെ പുറയൊന്നും വന്നല്ല. പിന്നെ നായകൻ വലിച്ചെറിഞ്ഞ നോട്ടുകൾക്കിടയിലേ 100ന്റെ 5 ഗാന്ധി കുറവുണ്ടായിരുന്നു. അടിച്ചു മാറ്റിയില്ലേ കള്ളൻ. ഇവിടെ ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഹോട്ടലിൽ എത്താറായപ്പോഴൊരു കാര്യം ഓർമ്മ വന്നത്. അതാ ഓട്ടത്തിന് തിരിച്ചു വന്നേ. നമസ്കാരം സേട്ടു പാപ്പ. ഇന്നലെ ഇവിടെ വന്നു പോയപ്പോ അമ്മ പറഞ്ഞു സേട്ടു പാപ്പന്റെ കയ്യില് പഴയ റെക്കോർഡ്സിന്റെ നിറയെ കളക്ഷൻസ് ഉണ്ടെന്ന്. എവിടെ ഒന്ന് കാണാൻ പറ്റുമോ? ഓ അതിനെന്താ, ഒരുപാട് ഉണ്ടായിരുന്നാണ് കേട്ടാ. ഒക്കെ ഓരോരുത്തർ കൊണ്ടുപോയി അങ്ങനെ ഇങ്ങനെയൊക്കെ പോയി. നീ ആ ചുമരം എഴുതിയിട്ടോ, എന്നിട്ട് 500 രൂപ കൊച്ചിനോടത്തേക്ക്. നമുക്കെന്തിനാ വല്ലവരുടെ കാശ്? നാണക്കേടല്ലേ? നമുക്ക് അഭിമാനമല്ലേ വലുത്? അഭിമാനില്ലേ? അഭിമാനം ഇല്ലേന്ന് ചോദിച്ചാ സത്യം പറഞ്ഞ ഞാൻ അറിഞ്ഞോണ്ടല്ല. ഈ അമിതാഭ് ബച്ചനും ജയബാദ്രി അഭിനയിച്ച അഭിമാൻ ഇല്ലേ? ഓ അതില്ലാത്ത ചില ആളുകളോട് വന്നു പോകുന്നോണ്ട് അത് മാത്രം അവിടെ വെക്കാറില്ല. സേട്ടു പാപ്പ, ഓ ഈ അഭിമാൻ കിട്ടണമെങ്കിൽ 500 രൂപ കൊടുക്കേണ്ടി വരും അല്ലേ? 500 രൂപ എടുത്തേ. ഒരു 500 രൂപ തരാൻ. ഈ സമയത്ത് ഞാൻ പ്രായം നോക്കൂല മോനെ. ഈ കയ്യകലത്തുനിന്ന് മാറി നിന്നേക്ക്. എടാ 500 വേണ്ടി ഞാൻ ആരാണ്? സേട്ടല്ലേ? ഇപ്പൊ ഒരു പാട്ട് മാത്രമല്ലേ ഉള്ളൂ. നോക്ക്, നീ ഒരു കാര്യം ചെയ്യേ. നീ ഒരു കാര്യം ചെയ്യേ. 500 രൂപയ്ക്ക് അത് 2 കിടക്കെടുത്ത് കൊടുത്തേക്ക്. കിടക്കായിട്ട് കൊടുത്താ തെറ്റിദ്ധരിക്കില്ലേ? എന്നാ പിന്നെ നീ വേറൊരു കാര്യം ചെയ്യേ. എന്താ? എന്നെ അങ്ങോട്ട് പണയം വെച്ച് എന്നിട്ട് കിട്ടണ അങ്ങോട്ട് കൊടുത്തേക്ക്. അല്ല, ഞാൻ 5 പൈസ അല്ല ചോദിച്ചത്, 500 രൂപയാ. ആ പെൺകൊച്ചിന്റെ മുമ്പിൽ ചെന്ന് നാട്ടിക്കരുത്. എന്റെ അഭിമാനം. അഭിമാൻ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നോ? നേരത്തെ ഉണ്ടായിരുന്നു, കുറച്ചു നേരം മുമ്പാ വിറ്റത്. എന്നെ പറ്റി എന്താ വിചാരിച്ച്? വെറുതെ ഇരിക്കുന്ന അമിതാഭ് ബച്ചനെ ജയബാദുരെ ഇതിൽ പിടിച്ച് വലിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ ഇതിൽ പൊക്കോണ്ടെന്ന് വിചാരിച്ചു ഞാനെന്താ അങ്ങനെ കണ്ട പേടിക്കുന്നു വിചാരിച്ചോ? ഞാൻ കണ്ടിട്ടുണ്ട് അമിതാഭ് ബച്ചന്റെ സിനിമയൊക്കെ, എനിക്കങ്ങനെ നന്നായിട്ട് അറിയാം. അല്ല പിന്നെ എല്ലാരോടും കുറെ നേരമായി അഭിമാൻ അഭിമാൻ അഭിമാൻ. 500 രൂപ തന്നിട്ടാണെങ്കിൽ ഞാൻ കൂലിപ്പണി എടുക്കും. അല്ല, കൂലിപ്പണി എടുത്തിട്ടാണെങ്കിൽ 500 രൂപ തിരിച്ചു തരും. നിനക്ക് ഞാൻ വച്ചണ്ടാ യൂട്യൂബ് ബ്രൂട്ടസി. കൊറേ നേരമായി നിൽക്കുന്നു. കൊറേ നേരം ഓടണോ? എന്റെ വഴി ഇങ്ങടാ. ചേട്ടാ, ഒന്ന് ആശുപത്രി വരെ കൊണ്ടുപോ. മൂക്കിന്റെ ബ്രിഡ്ജ് പോയി. ഒന്ന് വേഗം എടുക്കട്ടാ, സ്റ്റിച്ച് പൊട്ടി. പോ. 12 രാമകൃഷ്ണനും കുടുംബം ടൂർ പോയിരിക്കാം. കള്ളന്മാര് കയറാണ്ട് നോക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്.
ഈ SI പീതാംബരനുള്ളപ്പോ ഇവിടെ ഏത് കളറാടി കയറുന്നത്? വെയിറ്റ് ചെയ്യണം സാർ. ഏയ്, ഈ കാറ് പോരാതെ വരും. സാധനങ്ങൾ ഒരുപാടുണ്ടാവും. ഞാൻ ABTയുടെ പാർസൽ ലോറി പറഞ്ഞിട്ടുണ്ട്. ടാക്സി സിറ്റി ഹോസ്പിറ്റൽ വരെ ഒന്ന് പോണം. ബേട്ടി ആജ് നഹീ ബേട്ടി, ഫിർ കിസി ദിൻ. മധുരം കഴിക്കല്ലേ എന്ന് പറഞ്ഞാൽ കേക്കില്ല. എന്നിട്ട് ഇപ്പൊ ഹോസ്പിറ്റലിൽ പോവാൻ മടി. ആണോ? ठीक है. മോനപ്പഞ്ച് ഇത് കറക്റ്റാ. കഥ തച്ചി. This is too much. സാറേ, SI സാറേ, ഈ പൊട്ടന് ചെവി കേൾക്കാൻ പാടില്ല. പീതാംബരൻ സാറേ, ഇറങ്ങി വാ, ബോംബ് വെച്ചിട്ടുണ്ട്. എന്താ പീതാംബരൻ സാറേ, ബോംബ് വെച്ചിട്ടുണ്ട്. രമണി, ഈ ബിൽഡിംഗിൽ ആരോ ബോംബ് വെച്ചിട്ടുണ്ട്. കുഞ്ഞുങ്ങളെ എടുത്തോ. ദൈവമേ, മിക്സി. ഈശ്വര, ഞാൻ എന്തൊക്കെയാ എടുക്ക ദൈവമേ. TV. ചേട്ടാ, ഇല്ല, ഇങ്ങ് വന്നേ. എന്താ ഇത് എടുക്കാൻ പറ്റുന്നില്ല. ചാവാൻ പോകുമ്പോഴ അവിടെ ആക്രാന്തം. കുഞ്ഞിനെ ഞാനിത് മറന്നു. മോനെ, എഴുന്നേക്കണം. അയ്യോ, എന്റെ ലൈറ്റ്. വരോ. അവിടെ നിന്ന് നിങ്ങളുടെ പകുതി മീശ അവിടെ പോയി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മുഴുവൻ അടിച്ച് താഴേക്ക് ഇറങ്ങിയാൽ മതി. അല്ലെങ്കിൽ നാണക്കെട്ട് മുഴുവൻ എനിക്ക് പറഞ്ഞേക്കാം. ചാമ്പലാകാൻ പോകുന്നു. എന്തിനാടി കപ്പടാ മീശ? ബോംബ് പൊട്ടും. വേറെ സ്ഥലം കാലിയാക്കാം. പിള്ളേരെല്ലാം ഉണ്ടല്ലോ. ഒരു മനുഷ്യൻ ഒന്ന് മാറില്ല. ഒന്ന് എടുക്കോ. പിന്നെന്താ? എന്റെ എല്ലാം മുത്തശ്ശനെ. ഇതിനൊക്കെ ചത്തിട്ടെടുത്താ പോരെ. ഒരു മാസത്തേക്ക് ഇനി പണിക്ക് പോകണ്ട. എന്താ ഒരു ബഹളം? ഫ്ലാറ്റിലുള്ളൊരു മൊത്തം ടൂർ പോവുകയാണോ? കണ്ടെയ്നർ വിളിക്കേണ്ടി വരുമോ? എന്റെ ദൈവമേ, എന്താ എല്ലാരും ഓടുന്നത്? ഫ്ലാറ്റിൽ ആരും ബോംബ് വെച്ചിട്ടുണ്ട്. ആദ്യം ജീവൻ താഴെ എത്തിക്കാൻ. ഇവിടുന്ന് താഴേക്ക് ചാടിയാ ജീവൻ മുകളിലേക്ക് പോകും. ഐഡിയ. നമ്മുടെ പുളിസോ ബെഡിനെ ഞാൻ സാൻഡ്വിച്ച് ആക്കും. ഓക്കേ. ഈശ്വര, പറയണ്ടായിരുന്ന ചോറ് ഉണ്ണും എടുത്തിട്ട് പോന്നു. എന്താണെന്ന് പറഞ്ഞ് ഇതെന്താ കൂട്ടോട്ടോ ആള് മത്സരം ഒഴിക്കുന്നു. സാറ് ഫാമിലി ആയിട്ട് ഓടി വന്നി. സാറേ, എന്ത് സമയമായി. ഇവിടെ വെച്ചിട്ടുണ്ടോ? പറഞ്ഞ ബോംബ് വെച്ചിട്ടുണ്ടെന്ന്. അത് ഇവിടെ അല്ല, സിറ്റി ഹോസ്പിറ്റലിൽ. ചവിട്ടോട്ട് ചിരിക്കുന്ന സാറിന്റെ വീഴ്ച കണ്ടിട്ട്. എന്റെ മീശയുടെ സൗന്ദര്യം നോക്കി നിൽക്കാണ്ട് താൻ ഡോഗ് സ്ക്വാഡും ബോംബ് സ്ക്വാഡും വേഗം ആശുപത്രിയോട്ട് ചെല്ലോ. ഞാൻ ബാക്കി പഠിച്ചിട്ട് മനുഷ്യനെ നാറ്റിക്കാനായിട്ട്. ഈ കണ്ടീഷനിൽ ഇങ്ങനെ കൊണ്ട് ഞാൻ എങ്ങനെ പോകാനാ? ബോംബാറ്റം പൊട്ടിയാൽ ഞങ്ങളുടെ രണ്ടുപേരെ പണി പോകും. ബോംബ് പൊട്ടിയ നിങ്ങളുടെ മാത്രമല്ല, അവിടെയുള്ള കംപ്ലീറ്റ് ആൾക്കാരുടെ പണിയും കഴിയും. എനിക്ക് പേടിയാവുന്നു. ഞാൻ മുങ്ങാൻ പോവാ. മുങ്ങാൻ പോവേ? ഇത് ആയിരങ്ങളുടെ ജീവന്റെ പ്രശ്നമാണ്. ഒരു കാര്യം ചെയ്യാം, ഞാൻ പട്ടിയായിട്ട് നീ പട്ടിയായിട്ട് വന്ന കുറയ്ക്കാന്നല്ലാതെ മണത്ത് ബോംബ് കണ്ടുപിടിക്കാൻ പറ്റുമോ? അതല്ല, അച്ഛന് പകരം ഈ പട്ടിയെ കൊണ്ട് ഞാൻ വരാന്ന്. അതിന് നീ പോലീസാണോ? അങ്ങനെ പറഞ്ഞാ അതിപ്പോ അല്ല, മാസ്കിന്റെ ഉള്ളിൽ കയറി എന്നെ ആരും തിരിച്ചറിയാനാ? എന്നാലും ഹോസ്പിറ്റലിൽ ബോംബ് വെച്ചത് ആരായിരിക്കും? ബോംബ് ഏത് രൂപത്തിലാണാവോ ഇരിക്കുന്നത്? നിനക്കുള്ള അടുത്ത വെള്ളിയാഴ്ച ഇപ്പൊ ടൈമില്ല. ആ ഹെൽമെറ്റ് ഊരിന്റെ വല്ല കാര്യമുണ്ടോ? അപ്പൊ ഹെൽമെറ്റ് വെക്കണ തല്ലുകൊള്ളാതിരിക്കാനാണല്ലേ? അച്ഛൻ്റെ എന്തിനാ വണ്ടി നിർത്തിയത്? ആശുപത്രി എത്തിയിടൂ. ഏത് മുറിയിലായിരിക്കും ബോംബ് വെച്ചിരിക്കുക? മോർച്ചറിയിലായിരിക്കും. ഈശ്വര, നിരപരാധികളായി എത്ര ഡെഡ് ബോഡികളാണ് മരിച്ചു വീഴാൻ പോകുന്നത്. നടക്കുന്നതിനിടയിൽ പൊട്ടിത്തെറി ഉണ്ടായാൽ ഒരു വലിയ ശബ്ദം കേൾക്കും. എന്നാ നമുക്ക് എഴഞ്ഞു നീങ്ങാം. കലികാലം പട്ടി നടക്കണു, മനുഷ്യനിഴയണു.
ആ പോയത് മനുഷ്യബോംബാണോ? അവൾ അറിഞ്ഞാണ് ഇട്ടിട്ടുണ്ട്. അത് ഈ മെഷീൻ വെച്ച് കണ്ടുപിടിച്ചോ? ഏയ്, നമ്മള് താഴെയില കിടക്കുന്നത്, മേലോട്ട് നോക്കിയാ പോലെ. ഞാൻ കണ്ട് മുക്കാണ്. ഹായ്, ഹലോ, എന്നെ മനസ്സിലായ? അതെ, ഇവിടെ ഭയങ്കര സംഭവം നടക്കാൻ പോവാ. കുട്ടി വേഗം വീട്ടിൽ പൊക്കോ. ഓക്കെ, സീ യു. ഞാൻ ചെറുപ്പത്തിൽ പോലും മുട്ടുകാലിൽ അറിഞ്ഞിട്ടില്ല. ബോംബ് ഈ മുറിയിലാൻ തോന്നുന്നു. ശബ്ദം കേട്ടില്ലേ? ബോംബ് ഈ മുറിയിലാണെന്ന് ഉറപ്പാണോ? എങ്കിൽ നമുക്ക് വേറെ മുറിയിലേക്ക് പോവാം. ചുമ്മാ ഇരി. ആരോ മുട്ടുന്നുണ്ട്. കാലനാണോ? അനുഗ്രഹിക്കൂ അപ്പൂപ്പേ. അല്ല അപ്പൂപ്പ. പേടിക്കണ്ട, ഇവിടെ ഒരു ടിക് 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 ശബ്ദം കേട്ടല്ലോ. ക്ലോക്ക. ആരാ? എവിടുന്നാ? ഞങ്ങൾ ചന്ദ്രനിൽ നിന്ന് വന്നത്. ആരോടും പറയരുത്. ഈ ഹോസ്പിറ്റലിൽ ആരോ ബോംബ് വെച്ചിട്ടുണ്ട്. ഈശ്വര, ഇവിടെ ബോംബ് വെച്ചിട്ടുണ്ടാ? ഈ വണ്ടിക്കാരൻ പോയി. ഈ വണ്ടിക്ക് തന്നെ പോവാ. ഈശ്വര, ഇവിടെ ആരും അറിഞ്ഞിട്ടില്ലേ ബോംബ് വെച്ച ആരും? ഇവരൊന്നും അറിഞ്ഞില്ലാവോ? നാളെ ചവപ്പട്ടി കച്ചവടക്കാരൻ നല്ല കോളായിരിക്കും. എങ്ങോട്ടേ കാണാവോ? ആഴോട്ടാ. ഓഹോ, ഞാൻ സഹായിക്കാം. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഇതെങ്ങോട്ടാ? മേപ്പോട്ടേക്കാ. എടോ, എനിക്ക് കൊണ്ട് താഴോട്ടാണോ? മേപ്പോട്ട് പോവാന്നേ. മേപ്പോട്ട് പോവാന്നേ. ഈശ്വര, ഇവിടെ മൊത്തം പൊട്ടി തരാൻ പോവാടോ. പൊട്ടി തകർന്നേ ഇതുവരെ കണ്ടിട്ടില്ല. ഒരുമിച്ച് കാണാം. അയ്യോ, ഞങ്ങൾ ഡോക്ടറാ. ഇയാളെന്താ കൊറേ നേരമായിട്ട് റോസ് റോസ് എന്ന് വിളിച്ച് നടക്കണേ? മറ്റാണെന്നാ തോന്നണേ. റോസ്, ഇത് കേസാ. റോസ് 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 കൊന്നത്തെങ്ങും പൈസ നമ്മൾ കൊടുത്ത് ഹൈടെക് ഔട്ട് ഓഫ് ഫാഷൻ ആയിട്ടോ. സൂക്ഷിച്ചൊക്കെ മോളിൽ കൂടി ഹെലികോപ്റ്റർ ഒക്കെ പോകുന്ന തലയിലൊക്കെ ഒന്നിടിക്കും. നിങ്ങൾ ഇരട്ടകളാ? ഒന്ന് പോടാ കൊള്ളന്മാരോ വരും. റോസ് റോസ് ഒന്നുമില്ല, എനിക്ക് അമ്മയും പെങ്ങളെ കൊള്ളതാ. നോ ടച്ച്. എക്സ്ക്യൂസ് മീ. യെസ്. റോസ്. റോസൊക്കെ ആ സൈഡിലാണല്ലോ. എന്താ? റോസാപ്പൂവല്ലേ അന്വേഷിച്ചേ? അല്ല, ഞാൻ എന്റെ ക്ലാസ്മേറ്റിനെ നോക്കിയായിരുന്നു. നിങ്ങളാണ് എന്റെ ക്ലാസ്മേറ്റ് റോസ്. ക്ലാസ്മേറ്റിനെ കണ്ടറിഞ്ഞൂടെ? പുതിയ നമ്പർ ഇറക്കുക അല്ലേ? അല്ല, ആക്ച്വലി എന്താ അറിയോ, ഞാൻ ഈ ക്ലാസ്മേറ്റ്. വേഗം വിട്ടോ, ഇപ്പൊ എന്റെ ഹസ്ബൻഡ് വരും. താങ്ക് യു. യു വെൽക്കം. റോസ് റോസ് റോസ്. സംശയം തോന്നരുത് കേട്ടോ നടത്തുമ്പോ. ശരിക്കും റോസ് ഡേ മറ്റാണോ? എന്താടാ പട്ടി? ഈശ്വര, മറിയാമ.
ചേച്ചിയുടെ അടുത്തേക്ക് പോവാല്ലേ? അന്ന് എനിക്കിങ്ങനെ മനസ്സിലായി കയ്യിൽ പോയിരിക്കുന്നുണ്ടറിഞ്ഞൂടെ? അതെ അതെ, കുഴിയിലേക്ക് കാലി അതിനെന്താ ഞാൻ വന്നൂട്ടോ. അയ്യോ, പുറസ്ഥലത്ത് വെച്ച് ഉമ്മ കൊടുക്കുന്ന റാസ്കൽ. അവളല്ലാട്ടാ. ഓടിക്കോ, രക്ഷപ്പെട്ടോ. ഇറങ്ങണില്ലേ? ഒന്നിറങ്ങ്. ആനപ്പുറത്ത് കയറിയിരിക്കണം. ഒരു നിമിഷം ഞാൻ കടയിൽ നിന്ന് മാറിയെന്ന് മനഃപൂർവ്വ. എന്റെ കണ്ണ് തെറ്റിയ അച്ഛൻ തോന്നിവാസിയായി പോവെന്നറിയാൻ. ആരുടെയോ കാരണവന്മാര് ചെയ്ത പുണ്യം കൊണ്ടാ രണ്ടുപേരുടെയും പുറകെ പാർക്ക് വരെ വരാൻ തോന്നിയത്. അവിടെ കിടക്ക്. കൂട്ടരുത്. ആത്മാർത്ഥ കൂട്ടുകാരൻ അണ്ടർവെയർ വിട്ട് ലോക്കപ്പിൽ നിന്ന് ഇങ്ങനെ ഏത്തുടനെ കണ്ടിട്ടാണല്ലോ വരുന്നത്. ഇനി അവിടെ പോയി നിൽക്കണോ? ഒന്ന് തെറ്റിയ കുറുക്കന്റെ കണ്ണ് കോഴിക്കൂട്ടില്ല. ആടാ, അത് പറഞ്ഞപ്പോഴാ ഓർത്ത് വൈകുന്നേരത്തേക്ക് കോഴിയില്ല. ഇനി എന്തിനാ വേറെ കോഴി കൂട്ടി കിടക്കല്ലേ? വൈകിട്ട് വന്നിട്ട് പൊരിച്ചു തിന്നോളാം. എല്ലാവരും ഓടാൻ പോയത് നന്നായി. നാറിയിട്ട് പാടില്ല. കുളിച്ചിട്ട് 4 ദിവസമായി. ആ ജഡ്ജി ഗോതർമ്മ വരുന്നതിന് മുമ്പ് കുളിച്ചില്ലെങ്കിൽ ഇന്നും കുളി മുടങ്ങും. ഈശ്വര, കുളി തെറ്റിക്കല്ലേ. ബാത്റൂമാണെന്ന് വിചാരിച്ചു കയറിയതാ. അല്ല മാരിയോ, ഇതിനകത്ത് ആര് താമസിക്കുന്നത്? ഹലോ, പറഞ്ഞെടുത്ത് ഉറങ്ങിയാണോ? എന്താ മുടി, തലമുടി, താടി, ഇതിനകത്ത് എന്താ ബാർബറാണോ താമസിക്കുന്നത്? താടി, മുടി, താടി, മുടി, താടി, മുടി, താടി, മുടി. എവിടുന്ന് ഒരു മുദ്രാവാക്യം വിളി? കഥ കടച്ചതാണല്ലോ. ഞാൻ കാറ്റ് തുറന്നായിരിക്കും. ഈശ്വര, ആരും കാണാതിരുന്ന അയ്യോ. താടി, മുടി, താടി, മുടി, താടി, അത് വേറെ എടോ, അത് മറുത്ത ചത്തു. താടി, മുടി, താടി, മുടി. എന്റെ ഈശ്വര, ഈ പണ്ടാറക്കണ്ണ് കൊണ്ടിടാൻ കണ്ട സ്ഥലം. ദൈവമേ, എന്റെ ഈശ്വര, പിടിക്കപ്പെട്ടു. കീഴടങ്ങുന്ന നല്ലത്. ഇനി എന്താ ഒരു വഴി? തട്ടിപ്പോയോ? ദൈവമേ, വടിയാ എന്നെ തോന്നണേ. പോലീസുകാരൻ ചത്താനും കുഴപ്പമില്ല, എന്റെ ജീവൻ കിട്ടിയില്ല. വാങ്ങുമല്ലേ ഈശ്വര? അയ്യോ, കാണാൻ. എന്റെ ഈശ്വര, ദേവൻ അടുത്ത വേദാളം. മിസ്റ്റർ നായർ, വാതിൽ തുറക്കൂ. തുറക്കില്ല. ഇത് ഞാനാ, ഗോദവർമ്മ. വാതിൽ തുറക്കൂ. ഏത് ഗോതമ്പ് വർമ്മയിലും ഞാൻ വാല് ഓർക്കില്ല. എനിക്ക് സുഖമില്ല. ഞാൻ ഗോദവർമ്മയാ. ഗോതവർമ്മയുടെ അപ്പം വന്നാലും വാല് ഓർക്കൂല. അയ്യോ, വേഗം വാതിൽ തുറക്കൂ, അത്യാവശ്യമാ. മിസ്റ്റർ നായർ, മിസ്റ്റർ നായർ വാതിൽ തുറക്കുന്നില്ല. അയാൾക്ക് സുഖമില്ല എന്ന്. സൂക്ഷിക്കണം, അയാൾക്ക് വട്ടായി. ഇതാ നമ്മുടെ കൂട്ടത്തിൽ ഒരാൾക്ക് വട്ടായി. സുന്ദരേശ, കണ്ടവിടെ കേശവ, ഓടിവാടാ. ആർക്ക് വട്ടായി? ഒരാൾക്ക് വട്ടായി. എനിക്കല്ല വട്ട്, നായർക്കാ. അയാൾ അകത്തോട്ട്. വാതിൽ തുറക്കുന്നില്ല. എന്ത് പറ്റി? ഒന്ന് മാറി, എല്ലാവരും മാറി മാറി മാറി. ദൈവം, ഇവിടെ കേറാനൊരു കുന്തമില്ലേ? ഒന്നും ഞാൻ കുമ്പട്ടേക്കോ തന്നെ കൊണ്ട് അങ്ങനെയൊക്കെ ഒരു ഗുണം ഉണ്ടാകട്ടെ. ഒന്ന് പിടിച്ചോ, ഒന്ന് പിടിയോടോ പോയിട്ട് പിടിക്കോ നോക്കിക്കാതെ. എന്ത് പറ്റി മിസ്റ്റർ നായർ? എടാ, എന്റെ താടി മുടി ആ ഭ്രാന്തൻ ഒടുക്കം പിടിക്കാനായിട്ട് എടുത്തോണ്ട് പോയി. എങ്ങോട്ട്? പ്രാർത്ഥനാ മുറിയിൽ ലൈറ്റ് തൂക്കിയിട്ടിട്ടില്ലേ, അതിനകത്തേക്ക് വലിച്ചെറിഞ്ഞിട്ടുണ്ട്. ഒന്ന് പോയി എടുത്തോണ്ട് വാടാ. മിസ്റ്റർ നായർക്ക് സുഖമില്ല. എന്റെ അപ്പനെ സുഖമില്ലാത്ത അവന്റെ അപ്പന്റെ അസുഖം തന്നെയാണ്, പേടിക്കണ്ട. മിസ്റ്റർ നായർക്ക് സുഖമില്ല. മരുന്ന് എന്റെ മുറിയിൽ ഇരിപ്പുണ്ട്, ഞാൻ എടുത്തോണ്ട് വരാം. ഏണി മാറ്റല്ലേ. പ്രശ്നമാവോ?
നിക്കടോ നാട് കാല് നിക്കടോ ഒന്ന് പിടിച്ചോ. എടോ ലോകിനായനെ എന്നാ മരുന്ന് പിടി. എന്തായി? നിന്റെ താടിയിട്ട ലേറ്റ് പൊക്കത്തിലാ, കൈ എത്തുന്നില്ല. ഇന്ന് രാത്രി എടുക്കാം. ഇന്ന് മുഴുവൻ അസുഖമെന്ന് പറയാം. എന്റെ ദൈവമേ. മരുന്ന് കഴിച്ചാൽ ഒരു ദിവസം എടുക്കും നോർമൽ ആവാൻ. അതുവരെ ആരും ശല്യപ്പെടുത്തരുത്. നമുക്ക് വല്ല ഡോക്ടറെയും കാണിക്കാം. അയ്യോ വേണ്ട 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 വേണ്ട. എല്ലാവരും പറഞ്ഞല്ലേ, ഇന്നാൾ ഇതുപോലെ അസുഖം വന്നിട്ട് ഒരു ഡോക്ടറെ കാണിച്ചതാ. ആ ഡോക്ടറെ കൊന്നു. എന്ത് ചെയ്യും? സാരമില്ല, നാളെ എല്ലാം ശരിയായിക്കോളും. എന്റെ മുറി ഇന്നൊരു ദിവസത്തേക്ക് വേറെ മുറി തരാം. വേണ്ട, എനിക്ക് പെർമനന്റ് ആയിട്ട് വേറെ മുറി മതി. ഓക്കെ, എല്ലാവരും അവരവരുടെ മുറികളിലേക്ക് പോയി കുളിച്ച് പ്രാർത്ഥനകളിലേക്ക് വരും. അല്ലേ, എല്ലാരും പിരിഞ്ഞു പിരിഞ്ഞു പിരിഞ്ഞു. ഈ വാതിന്റെ മുമ്പിൽ പോയി എല്ലാരും പോണം. സാർ ഇയാൾ എന്താ പോകാത്തത്? ഹലോ, നിങ്ങൾ പോണം. പോടോ വട്ടെ. ആരാ ഇതിനകത്ത്? നിന്റെ അമ്മയുടെ നായര് ഓടപ്പില്ലേ? ഓ, അച്ഛനാ, മൈ ഫാദർ. നീ വേഗം ആവട്ടോ. വേഗം വാ. എന്റെ ദൈവമേ, എന്നെ കാണാൻ ഒളിച്ചു വരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വാതിലേ തുറന്നു തരുമായിരുന്നു. വരൂ ഡാനിയൽ. അവനെ കോർപ്പറേഷൻ വണ്ടി കൊണ്ടുപോയല്ലോ. ഭക്ഷണവും താമസ സൗകര്യമൊക്കെ തരികയാണെങ്കിൽ ഒരു വർഷത്തെ വാടക ഇനത്തിൽ വേണമെങ്കിൽ ആ പൈസ തട്ടിക്കിഴിക്കാം. അതിനു മുമ്പ് നിന്നെ ഞാൻ തട്ടുപടാ ചോട്ടണ്ടി. കർത്താവേ, കടുവേ പിടിച്ച കിടുവേ, ഇയാളെ കാണാനില്ലല്ലോ. ഇനി ഇയാള് പുറവശം വഴി പോയാവോ? എക്സ്ക്യൂസ് മീ സാർ, അകത്തേക്ക് ഒരു തെണ്ടി പോയിരുന്നു, പുറത്തേക്ക് കണ്ടില്ല. ആ തെറ്റ് ഞാൻ തന്നെ മൈൻമണ്ട. ഇതെന്ത് വേഷം? താനെന്താ മൈസൂർ പണിക്ക് പോകണോ? അല്ല, മൈസൂരിന്റെ പിണ്ടം പാവനാശിനി ഒഴുക്കാൻ പോകുന്നു. ഏത് വളക്കുഴി പോയാലും 1 മണിക്കൂറിനും തന്റെ കാശുമായിട്ട് ഞാൻ തിരിച്ചു വരും. അതുവരെ ഞാനിവിടെ കാത്തിരിക്കും. കാശുമായിട്ട് വന്നില്ലെങ്കിൽ എന്റെ കാശ് പോയി. अरे भाई, अकाल तख्त में क्या हुआ है? क्या वो स्थल में विजिट करने के लिए चाहता हूँ, चलता है. अच्छा जातू, परंतु भाई मैं इधर बैठता हूँ. बैठो बैठो. चोर 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 रख कैसा था भाई? अरे मेरा ब्रीफकेस किधर है? मेरा ब्रीफकेस है. तुम्हारा ब्रीफकेस? ब्रीफकेस कोंडू है, कल्ला कोंडू है. चल चल, वो पुलिस स्टेशन में कंप्लेंट करो. अरे पुलिस स्टेशन किधर है? वहाँ है. पुलिस स्टेशन यहाँ है. चलो 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 चलो. अरे कष्ट, ओ भाई, पुलिस को कुछ करेंसी गिव है, हेल्प करता है पुलिस. अच्छा पुलिस. സമ്മതിച്ചിരിക്കുന്നു. താൻ എന്നെക്കാൾ മിടുക്കൻ തന്നെ. അതിരിക്കട്ടെ, താൻ ഈ പെട്ടിപ്പണി എവിടെ നിന്ന് പഠിച്ചു? എടോ, തന്നെ വിറ്റ കാശ് എന്റെ കയ്യിലുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? അതിപ്പോ മനസ്സിലായി. എന്നെ മാത്രമല്ല, എന്റെ തന്തയെ വിറ്റ കാശും തന്റെ കയ്യിലുണ്ടെന്ന്. അതെ, ഇവിടെ ഇരിക്കുന്ന അത്ര പന്തിയല്ല. ആ പഞ്ചാബി തിരിച്ചു വരും, കുടുങ്ങും. താനെ പെട്ടി എടുക്ക. തൊട്ടുപോരുത്, ഇത് എന്റെ പെട്ടിയാ. തന്റെ പെട്ടിയോ? എടോ ഫ്രോഡേ, താൻ എന്നോട് കളിക്കരുത്. ഈ ചാൾസ് ആരാന്നത് എനിക്ക് അറിയില്ല. നമസ്കരിക്കുന്നു. എന്നെ അവിടുത്തെ ശിഷ്യനായി അംഗീകരിക്കണം. താൻ ആദ്യം എനിക്ക് തരാനുള്ള കാശ് എടുക്കണോ? എന്തിന് കാശ്? ഈ സാമ്രാജ്യം തന്നെ തീറെഴുതി തരാൻ പോവല്ലേ. ഏത് സാമ്രാജ്യം? ഈ മോഷണ സാമ്രാജ്യം. ഇന്ന് മുതൽ ഇവിടുത്തെ ഫ്രോഡ് രാജാവ് നീയാണ്. ഫ്രോഡ് രണ്ടാമൻ. ഈ ഇട്ടാവട്ടം കുടയ്ക്കനാലിൽ 2 രാജാക്കന്മാർ ആവശ്യമില്ല. ഒന്നുകിൽ നീ, അല്ലെങ്കിൽ ഞാൻ ഇതാ ഒഴിയാൻ പോവാണ്. തരാനുള്ള കാശ് അതിന്റെ പകുതിയായിട്ട് കൂട്ടിക്കോ. പക്ഷേ ഈ പെട്ടി എന്റെ ഇരിക്കും. ഇയാളാള് കൊള്ളാലോ. പെട്ടി എങ്കിൽ പെട്ടി. ഇനി ഇത് വച്ചൊരു കളി കളിക്കാം.
എല്ലാവരും ഈശോയെ മനസ്സിൽ ധ്യാനിച്ച് അച്ചടക്കത്തോടെ നിൽക്കുക. ആമേൻ. ഈശോ വിശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ അച്ഛോ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അച്ഛൻ ഏതിടവകയിലെയാ? ഞാൻ ഫാദർ തോമസ് കൂട്ടത്തി ചവിട്ടി. കൂട്ടത്തി ചവിട്ടി മൂലമറ്റത്താ, അതായത് തൊടുപുഴ കഴിഞ്ഞ്. ഈ കുട്ടികളുമായി എങ്ങോട്ട് പോകുന്നു? ഞങ്ങള് വേളാങ്കണ്ണി വരെ പോവാ. ലക്ഷറി ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട്, ഇപ്പൊ എത്തും. ഈ അൽഫോൺസാമ്മ പോയോ സിസ്റ്റർ? ഇല്ല, സിസ്റ്ററിന് നല്ല സുഖമില്ല, മഠത്തിലുണ്ട്. സിസ്റ്ററിനെ അറിയൂ? ഞാൻ അൽഫോൺസാമ്മ ബസ് പോയെന്നാ ചോദിച്ചത്. ബസ് എത്തി, ഞങ്ങൾ വരട്ടെ അച്ചോ. എല്ലാവരും പ്രാർത്ഥിച്ചിട്ട് കയറിക്കൊള്ളുവിൻ. കർത്താവേ, ഈ യാത്ര ശുഭമാക്കി തരയണമേ. കയറിക്കോളൂ കയറിക്കോളൂ. എന്റെ പെട്ടി മത, എന്റെ പെട്ടി കാണുന്നില്ല. ഇവിടെ പോയി. പെട്ടി. അത് ഈ ഇടയന്റെ പെട്ടിയാണ്. അയ്യോ കുഞ്ഞാണെ, എല്ലാരും ഇറങ്ങുവിൻ. ഇവിടെ കുട്ടിയുടെ പെട്ടി മോഷണം പോയി. നമുക്ക് ഒരുമിച്ച് തിരയാം. വാ നോക്ക്. അറിയാതെ ആരെങ്കിലും ഈ കുഞ്ഞാടിന്റെ പെട്ടി എടുത്തിട്ടുണ്ടെങ്കിൽ കർത്താവിന്റെ നാമത്തിൽ തിരിച്ചു കൊടുപ്പാൻ നാം അപേക്ഷിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയില് ഇതേ ബസ് സ്റ്റോപ്പില്, ഇതേ വേളയില്, ഇതേ അവസരത്തില്, ഇതേ സന്ദർഭത്തില് എന്റെ പെട്ടിയും ഒരു യുദാസിനാൽ കവർച്ച ചെയ്യപ്പെട്ടു. നമുക്ക് പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാം. അതാ നല്ലത്. എത്രയും പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് പൊക്കോളൂ. അപ്പൊ വേളാങ്കണ്ണി പോണില്ലേ മത? ഈ കുഞ്ഞാടിന്റെ പെട്ടി കിട്ടാതെങ്ങനാ? നമുക്ക് ഇനി ഒരിക്കൽ പോകാം. എന്നാലും എന്റെ മാതാവേ, നിന്നെ കാണാൻ നനച്ചിറങ്ങിയിട്ട് ഒരു കള്ളം കാരണം പോലീസ് സ്റ്റേഷനിലാണ് എത്തേണ്ടിയിരിക്കുന്നത്. പിതാവിന്റെ കൃപ. ദേ, കള്ളന്റെ കാര്യം പറഞ്ഞോളൂ, അപ്പോഴേക്കും അവരിങ്ങെത്തി. ആരാ? അയ്യോ, പോകരുത്. ഞങ്ങൾക്ക് ഇവിടെ ആരും തുണയില്ല. സ്റ്റേഷൻ വരെ വരാൻ ദയവുണ്ടാകണം. ഈശോ, എത്തി. என்ன சிஸ்டர் ப்ராப்ளம்ங்க? ഈ കുട്ടിയുടെ ബാഗ് ആരാണ്ട് മോഷ്ടിച്ചു. அப்படியா? நான் இங்க இருக்கும்போது அந்த மாதிரி ஒரு திருடன் யார்? ഞാനും കണ്ടതാണ് സാർ. ഞാൻ ഈ സിസ്റ്ററോട് സംസാരിച്ച് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ഏതോ ബറാബാസ പെട്ടി കൈക്കലാക്കി. சார், அந்த பச்சை பெட்டி பொக்கி பாருங்க, அப்ப விஷயம் தெரியும். சார், அந்த பெட்டி இந்த பெட்டிக்குள்ள இருக்கு. என்னது என்னது? இந்த ட்ரிக் பாருங்க சார். അടിയില്ലാത്ത പെട്ടിയുമായി പെട്ടികൾ അടിക്കാൻ നടക്കുന്ന ഇവൻ അടി കൊടുക്കണം സാർ. ഞാൻ അറിയാണ്ട് പെട്ടി വന്നു. അയ്യോ, കണ്ണും ചെവി പൊത്തിക്കോളിയും കുഞ്ഞാടുകളെ. ഇത് പള്ളിയല്ല, പോലീസ് സ്റ്റേഷനാ. തെറ്റിദ്ധരിക്കണ്ട, CI സാറ് പേര് പറഞ്ഞതാ. കോട്ടവാസൽ മഹാലിംഗം എന്നാണ് പേര്. പാലക്കാട്ടുകാരനാ. ആമാ ആമാ, ഇപ്പൊ തമിഴ്നാട്ടുകാരനാ. 2 പ്രാവശ്യം വീരപ്പനെ പിടിക്കാൻ കാട്ടിപ്പോയതാ. വീരപ്പൻ സാറിനെ കണ്ടത് മുങ്ങിക്കളഞ്ഞു. ഇനി ഇയാള് തന്നെയാണോ വീരപ്പൻ? കണ്ടിട്ടതോരൊന്നുണ്ട്. റാസ്കൽ, പരിശുദ്ധമായ പിതാവിന്റെ ഉടുപ്പ് ഇട്ടോണ്ട് തിരുട്ട് വേല പണ്ടതാ. പേര് തോമസ് കൂട്ടത്തി ചവിട്ടി. കൂട്ടത്തി ചവിട്ടിയേ ഞാനൊന്ന് എന്ത് ആമേൻ. ഇവന്റെ ലൂരി ഞാനൊന്ന് ഉപ്പ് വെക്കും. അയാൾ ഇപ്രാവശ്യത്തേക്ക് വെറുതെ വിട്ടേക്കണം സാർ. നിങ്ങൾ പറയും പോലെ വിടാനും പിടിക്കാനും വേറെ ആളെ നോക്കണം. ആരുടെ പെട്ടിയാ ഇവൻ അടിച്ചു മാറ്റിയത്? എന്റെയാ. പേരും അഡ്രസ്സും പറഞ്ഞു കൊടുക്ക്. അന്ന, ഫസ്റ്റ് BA, സെന്റ് തെരേസസ് കോൺവെന്റ്, ലേക്ക് വ്യൂ റോഡ്, കൊടൈക്കനാൽ. അപ്പുറത്ത് തന്നെ 8 മിനിറ്റിൽ ഒപ്പിട്ട് കൊടുത്ത് പോ. എന്നാ ഞങ്ങൾ അങ്ങോട്ട് പോട്ടെ. സദ്ഗുണ സമ്പന്ന, ഇങ്ങോട്ട് വന്നേ. ഇതുകൊണ്ടാണ് പോലീസുകാർക്ക് സാക്ഷികളെ കിട്ടാത്തത്. ഒരു പെരുങ്കള്ളനെ പിടിച്ച് കൈ തന്നിട്ട് ഒരു നന്ദി വാക്ക് പോലും പറയാതെ എനിക്കിട്ട് 2 പെരുക്കും പെരുക്കി ലോക്കപ്പിനകത്ത് തള്ളി. ഇതെവിടുത്തെ ന്യായമാണ് സാർ? അന്നി ആക്കായിട്ടല്ല, ഇടിയായിട്ടാ. ഇനിയും വേണോ? ഇതിനു മുമ്പ് തന്ന ടൈപ്പ് ആണെങ്കിൽ വേണ്ട. ഓക്കേ, പെട്ടിക്കുള്ള പെട്ടി വെച്ച തിരുട്ട് വേല നിനക്ക് ആര് പറഞ്ഞു തന്നു? நான் அரிச்சந்திர மாதிரி ஒரு நல்ல மனிதன். ஆனா இந்த பிராட எனக்கு நல்லா தெரியும். இவன் தாடி 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 படிச்சு கொடுത്തോണ്ടിരുന്നവനാണ് സാർ ഞാൻ. അപ്പൊ നീ ബാർബറാ? ആമാ സാർ, ഞങ്ങ പരമ്പരയാ ബാർബറിയൻ ഫാമിലി. കള്ളന് താടി പഠിക്കുന്നവൻ പെരുങ്കള്ളനാ. ഞാനിപ്പോ മനസ്സിൽ വിചാരിച്ചുള്ളൂ. അപ്പം മന്ത്രിയുടെ താടി പഠിക്കുന്നവൻ പ്രധാനമന്ത്രിയാ? രണ്ടിനീ ജാമ്യമില്ലാതെ അവത്തിലുണ്ടതാ.
കന്യാശ്രമയെയും കുട്ടികളെയും മാനിച്ച് ഇപ്പൊ വെറുതെ വിടുന്നു. ഇന്ന് നിന്റെ അന്ത്യ. എന്താടാ പോവാത്തെ? സാർ ഇവിടെ തെളിയാതെ കിടക്കുന്ന കേസുകൾ വല്ലതും ഉണ്ട്. എന്റെ തലയെ കെട്ടിവെച്ചിട്ട് 2-3 ദിവസം എന്നെ ഈ ലാക്കപ്പിൽ തള്ളണം സാർ. ലോക്കപ്പിന് അപ്പാവയ്ക്കോ ഉള്ള തളർത്തുക്ക്. എന്നാൽ എനിക്ക് സെക്യൂരിറ്റി തരൂ സാർ, അല്ലെങ്കിൽ തോക്കെങ്കിലും താ. ഉനക്ക് സെക്യൂരിറ്റിയാ? പോടാ. സ്റ്റോപ്പ്. അപ്പോ இல்ல சார், உங்க மனசுல என்னமோ இருக்கு. മനസ്സിൽ ഇത് താനിരിക്കടാ. പൂ പൂ പുല്ലേ. പോറേ. ഓ നല്ല ഗീച്ചായിരുന്നു. കിട്ടി, കംപ്ലീറ്റ് വിവരങ്ങൾ കിട്ടി. പറയാം. കുറച്ച് വെള്ളം ചേർത്ത് കഴിക്കേ. ചേർത്ത് വെച്ചിരിക്കുക. അതെ, പോയ കാര്യം എന്തായി? തൂങ്ങാമ്പാറയിൽ 50 ഏക്കർ കുരുമുളക്, തൂക്കണാകുന്നിൽ കാപ്പി 350 ഏക്കർ, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം 5-6 ഹോട്ടലുകൾ, അടിമാലിയിൽ ഒരു ബാറ്, പിന്നെ ഒരു 500 ഏക്കർ റബ്ബർ എസ്റ്റേറ്റ്, ടാറ്റ എസ്റ്റേറ്റ് മാങ്ങാത്തൊലി. പെണ്ണിന്റെ കാര്യം എന്താ പറയാ? പറയാം. പെണ്ണിന്റെ പേര് സോഫിയ. പെണ്ണിന് അപ്പനില്ല, അയ്യോ അമ്മയും അയ്യോ. പിന്നെ പിന്നുള്ളത് ആകപ്പാടൊരു ചേട്ടത്തി, നല്ല തണ്ടും തരിയുമുള്ള 2 ആംഗ്ലമാര്. അവരുടെ കയ്യിലെങ്ങാനും ചെന്ന് കിട്ടിയ ഒന്ന് കാണാൻ പറ്റുമോ? കാണുകയോ പൊടി പോലും പറ്റക്കൂല്ല. അതല്ലോ, പെണ്ണിലൊന്ന് കാണാൻ പറ്റുമെന്ന്. എന്നത് അത് പറ്റും. എങ്ങനെ? അതിനൊരു വഴിയുണ്ട്. എവിടെ? എക്സ്ക്യൂസ് മീ, ഈ ഡാൻസ് സ്കൂൾ എവിടെ കണ്ടു? നല്ല പരിചയമുണ്ടല്ലോ. ബാംഗ്ലൂർ ഉണ്ടായിരുന്നോ? ബെന്നിയല്ലേ? ഓ ഗാഡ്, എന്റെ പേരും അറിയോ? എനിക്കാദ്യം പിടികിട്ടിയില്ല. കുട്ടി ഇവിടെ എന്ത് ചെയ്യുന്നു? ഞാനിവിടെ നൃത്തം പഠിക്കുക. ആഹാ, ഇറ്റ്സ് ക്വൈറ്റ് സർപ്രൈസ്. ടു ബി വെരി ഫ്രാങ്ക്, ഇങ്ങനെ ഒരു ടാലന്റ് ഉണ്ടെന്ന് കണ്ടപ്പോ തോന്നിയതേ ഇല്ല. കുട്ടിക്കാലം തൊട്ടേ നൃത്തം എന്റെയും ഒരു വീക്ക്നെസ് ആയിരുന്നു. പഠിക്കണമെന്നും പറഞ്ഞ് വീട്ടുകാരോട് ഒത്തിരി വാശിയും ബഹളമൊക്കെ കാണിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞ് അവരെ സ്കൂളിലേക്ക് തള്ളിവിടുമായിരുന്നു. അവരുടെയൊക്കെ മനസ്സില് വെള്ള കോട്ടുമിട്ട് കഴുത്തിൽ ടെലിസ്കോപ്പ് മണിഞ്ഞ ഡോക്ടർ ബെന്നിക്കുട്ടിയായിരുന്നു. ഈ ചിലങ്കയുടെ മഹാത്മത്തെ കുറിച്ച് അവരോട് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. ജനറേഷൻ ഗ്യാപ്പേ. ഇനിയിപ്പോ ഒന്ന് കൊടുത്താലോ, അല്ല പഠിച്ചാലോ എന്ന് ആലോചിക്കാം. അപ്പോ ഡോക്ടർ പണി വേണ്ടെന്നാണോ? അല്ല, ഞാൻ ഡോക്ടറാണെന്ന് കുട്ടിക്ക് എങ്ങനെ അറിയാം? ഇപ്പൊ പറഞ്ഞില്ലേ? ഓ കറ ശരിയാ, ഞാനത് ഓർത്തില്ല. ഡോക്ടർ പണി വേണ്ടാന്നല്ല, മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായാൽ അത് നുള്ളിക്കളയാൻ പറ്റില്ലല്ലോ. അയ്യോ, ഇതാരാ? മോളിൽ വീണാന്ന് തോന്നണേ. അത് പോട്ടെ. സോഫിയക്ക് അറിയാമോ, മെഡിക്കൽ കോളേജ് അനാട്ടമി ലാബിനുള്ളിൽ മനുഷ്യഹൃദയവും തലച്ചോറും ഒക്കെ കീറി മുറിച്ച് പഠിക്കുമ്പോഴും മനസ്സിൽ മുഴുവൻ ഭരതമുനിയുടെ നാട്യശാസ്ത്രവും നന്ദികേശന്റെ അങ്ങനെ പലതുമായിരുന്നു. ആഗ്രഹങ്ങളെല്ലാം ഉള്ളിൽ ഒതുക്കി വീർപ്പ് മുട്ടിക്കഴിഞ്ഞിരുന്ന ഒരു കലാകാരന്റെ മനസ്സിപ്പോ സട കുടഞ്ഞെണീറ്റ് സോഫി. സോഫിന്റെ നിന്ന് വിളിക്കാൻ കാർ ഇവിടെ വരും. ചിലപ്പോ കാർ ലേറ്റ് ആയാലോ? ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട, ബെന്നി പോയിക്കോളൂ. അയ്യോ, അങ്ങനെ പറയരുത് പ്ലീസ്. അപ്പോ ഡാൻസ് സ്കൂളിൽ പോണ്ടേ? ഓ, എന്തായാലും ഇനി ഡ്രോപ്പ് ചെയ്തിട്ടുള്ളൂ. വേറെ കാര്യം, ഫസ്റ്റ് ഡ്രോപ്പ് ദെൻ ഡാൻസ്. ഒരു പ്ലീസ്, ഒന്നും പറയണ്ട പ്ലീസ്. എനിക്ക് അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും ഡ്രോപ്പ് ചെയ്തില്ലെങ്കിൽ അന്നത്തെ ദിവസമേ ഉറക്കം വരില്ല. എന്താണെന്നറിയില്ല. വേറൊന്നും ഞാൻ നിർബന്ധിക്കില്ല. ഒറ്റ ഐസ്ക്രീം പ്ലീസ്. വീട്ടേ, മുതലാളിയുടെ പെങ്ങൾ വന്ന് അങ്ങോട്ട് ചെല്ല്. അവിടെ ഇരിക്കാം. അതിലൊന്നും നോക്കിയിട്ടൊരു കാര്യമില്ല. വെറുതെ കസ്റ്റമേഴ്സിന് വരട്ടാനുള്ള നമ്പർ അല്ലേ ഇതൊക്കെ. ഇത് ഇവിടം വരെ എത്തിയ ഇത് അസ്ഥി പിടിച്ച ലക്ഷണമാണ്. സോറി, മാറി. ബില്ലുണ്ട് ഒരു. വേണ്ട സർ. വേണ്ട സർ. കണ്ടില്ലേ, ഇതാണ് ഏറ്റവും വലിയ പ്രോബ്ലം.
ഒരു കടയിൽ കയറി സാധനം വാങ്ങാൻ പറ്റത്തില്ല, ഒരു തിയേറ്ററിൽ കയറി സിനിമ കാണാൻ പറ്റത്തില്ല. കാശ് വാങ്ങില്ലെന്നേ. അല്ല, അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പ്രഗത്ഭനായ ഒരു ഡോക്ടറോട് നാട്ടുകാർക്കുണ്ടാവുന്ന ബഹുമാനം ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. ഇതിന്റെ ഓണർ അപ്പച്ചന്റെ ഒരു ഫ്രണ്ടാ. ഇല്ലാത്ത അസുഖങ്ങളൊന്നുമില്ല. ഗ്യാസ്, ഷുഗർ, പ്രഷർ, പിന്നെ വേറെ സാധനം ഉണ്ടല്ലോ, ഓർക്ക പറയാൻ കൊള്ളില്ല, പൈൽസേ. സകല വൃത്തികെട്ട അസുഖങ്ങളുള്ള പണക്കാരനായ ഒരു മനുഷ്യൻ. ഇപ്പൊ എന്റെ ട്രീറ്റ്മെന്റില്ല. നമുക്ക് ഇറങ്ങാം. ആ, എന്താ ചേട്ടാ കാശ് വേണ്ടെന്ന് പറഞ്ഞ? അത് പിന്നെ മുതലാളിയുടെ പെങ്ങടയിൽ നിന്ന് കാശ് വാങ്ങാൻ പറ്റുമോ സർ? സോഫി, ഞാൻ പറഞ്ഞൊക്കെ വിശ്വസിച്ചല്ലേ? എങ്ങനെയുണ്ട് എന്റെ തമാശ? ഇനിയും തന്റെ അല്ലേ? ബെന്നിക്കുട്ടി, ബെന്നിക്കുട്ടി, വാതിൽ തുറക്കടാ. ഇല്ല, ഞാൻ തുറക്കത്തില്ല. എടാ, വല്യമ്മച്ചാ വിളിക്കുന്നത്. വാതിൽ തുറക്കും മോനെ. ഇന്നലെ കാലത്ത് മുതൽ ഒരു തുള്ളി വെള്ളം പോലും കഴിച്ചിട്ടില്ല. ആരോടുള്ള വാശിക്കാ നീ ഇങ്ങനെ പട്ടിണി കിടക്കുന്നേ? അത്രയ്ക്ക് ഞാൻ ഇഷ്ടപ്പെട്ടു പോയി. വല്യമ്മച്ച് പോയി ചോദിച്ചാ അവര് സമ്മതിക്കും. സോഫിയ അല്ലാതെ മറ്റൊരു പെണ്ണിനെ ഞാൻ കല്യാണം കഴിക്കുന്ന പ്രശ്നമേ ഇല്ല. ഇതിലൊരു തീരുമാനമാവാതെ ഒരു സാധനം ഞാൻ ഈ വീട്ടിൽ നിന്ന് കഴിക്കത്തൂല്ല. ഇത് ഞാൻ പുറത്തുനിന്ന് വാങ്ങിയതാ. അറിയാടോ, സലാഡില്ലേ? സലാഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നീ ഇങ്ങ് പുറത്ത് വാ മോനെ. സലാഡല്ല, സലോമി. സലോമിയുടെയും ബിദോവിന്റെയും കഥകൾ അമ്മച്ച് വായിച്ചിട്ടില്ലേ? അനശ്വര പ്രേമത്തിന്റെയും അടങ്ങാത്ത നൊമ്പരത്തിന്റെയും മക്കിടോ ഉദാഹരണങ്ങളാണ് അവർ. വെറുതെ മനക്കോട്ട കെട്ടത്തേ ഉള്ളൂ. ഇഷ്ടപ്പെടാൻ വേറെ ആരെയും കിട്ടിയില്ല അവന്. നടക്കുകയല്ല വെല്ലുകുട്ടിയെ, നടക്കുകയല്ല. എന്നാ വാതില് തുറക്കുകയല്ല വല്യമ്മച്ചി, തുറക്കുകയല്ല. അമ്മച്ചെങ്കിലും എന്റെ ഹൃദയവേദന ഒന്ന് മനസ്സിലാക്കണം. ഇന്ദുമേനോന്റെ ചന്തുലേഖയുടെ ഗതി അമ്മച്ചിക്ക് അറിയാലോ. റോമിയോ ജൂലിയറ്റിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? ഷാജഹാനെയും നൂർജഹാനെയും കുറിച്ച് കേട്ടിട്ടില്ലേ? പക്ഷേ എന്റെ വല്യമ്മച്ചി അങ്ങനെയല്ലെന്ന് എനിക്കറിയാം. പ്രേമ സാബല്യത്തിന് വേണ്ടി പടപൊരുതിയ ജീവൻ ത്യജിച്ച വീര യോദ്ധാക്കൾ ഇവിടെ ഉണ്ടാവും. ഇയാളോട് ചോദിച്ചാലോ? പുഴയെ ചാടി ആത്മഹത്യ ചെയ്യാൻ വന്നവരാണോ? അതെന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, നിന്ന് പരിഗണന കണ്ടോണ്ട് ചോദിച്ചതാണ്. ഞങ്ങൾ അതിനൊന്നും വന്നവരല്ല, വാടകയ്ക്ക് ഒരു മുറി നോക്കി വന്നതാ. വാടകയ്ക്കും? മന്ത്ലി ആണോ ഡെയിലി ആണോ? അയ്യോ, ഞങ്ങൾക്ക് 1 മണിക്കൂർ നേരത്തേക്ക് മതി. വലിയ വാടകയൊന്നും ഇല്ലാത്ത കുറച്ചേരം സംസാരിച്ചിരിക്കാനാ. ചേട്ടൻ വലിയ സംസാരപ്രിയനാണല്ലേ? ഡെയിലി സംസാരിക്കാറുണ്ടോ? വല്ലപ്പോഴും ഒക്കെ. എനിക്ക് നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സഹായിക്കണമെന്നുണ്ട്. പക്ഷെ ഇവിടുത്തെ ഹോട്ടലെല്ലാം ഭയങ്കര വഴിയുണ്ട്. Walking in the moonlight, I'm thinking of you. നിലാവുള്ള രാത്രിയിൽ നീ എന്നെ പറ്റി ചിന്തിച്ചിരിക്കാണ്. ചിന്തിക്കാൻ പറ്റിയ ഒരു ജന്തു പിശാചുമുറൻ. മറക്കാൻ ശ്രമിക്ക. എല്ലാം മറക്കാൻ ഞാനൊരു സാധനം തരാം. എന്തേത്? ഇതിങ്ങനെ പൊട്ടിച്ചിട്ട് ഇങ്ങനെ ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് ഇങ്ങനെ വെള്ളമൊക്കെ ചേർത്തിട്ട് ന്യായമായി ചേർത്തിട്ട് ഇതാ ഇങ്ങനെ അടിച്ച് വാള് വെക്കൂലേ? വിസ്കി വിസ്കി. ഈശ്വര, നീ എന്തിനാ അങ്ങോട്ട് നോക്കണ? വണ്ടി അവിടെ ഉണ്ട്. നീ അടിച്ച് വീലാൻ വേണ്ടി വണ്ടിയുടെ വീലെങ്ങാനും ഒരു വിറ്റ? യോ, നിന്നാണ് എന്നാണ് വണ്ടിയുടെ ബമ്പർ തൊട്ട് സത്യം ചെയ്തിട്ടുണ്ടല്ലോ, അടിച്ച് പുലിഞ്ഞൻ. എവിടെ നടന്നത്? ചരിത്രം പൗരതരം അറിഞ്ഞിട്ട് നീ കഴിക്കുന്നുണ്ടെങ്കിൽ കഴിക്കണ്ട. അതിന്റെ കൂടെ കഴിക്കാൻ വല്ലതും ഉണ്ടോ? കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? കഴിക്കാനൊന്നുമില്ല, വേണമെങ്കിൽ മണക്കാൻ അമൃതാജ്ഞം തരാം. എന്നാ 2 ഒഴിക്ക്. 2 ഇതാള് തണ്ടറാണ്. അതൊന്നും കുഴപ്പമില്ല. എന്ത് പണ്ടാറില്ല, അവിടെ തലക്കടിച്ച് ബോധമുണ്ട്, സുഖമായിട്ട് കിടന്ന് ഉറങ്ങാലോ. സ്വസ്ഥ ഉണ്ടാവില്ല. സംഭവം മഹാദേവ. സുന്ദരോ, എന്താടാ വണ്ടിയിലൊരു വെളിച്ചം? അത് മിന്നാമിനിങ് ആയിരിക്കും. മിന്നാമിനിങ്ങിന് ഇത്രയും വെട്ടോ? ചിലപ്പോ അത് ഫാമിലി ആയിട്ട് വന്നിട്ടായിരിക്കും. അവിടെ എന്താ കുടുംബയോഗോ? അവരായി അവരുടെ പാടായി, അവരെന്തെങ്കിലും ചെയ്യട്ടെ. നമ്മളെന്തിനാ അങ്ങോട്ട് നോക്കണത്? സ്ത്രീയടല്ലേ? എന്നാലും എന്റെ വണ്ടിക്കകത്ത് എന്താ നടക്കണമെന്ന് ഞാൻ അറിയണ്ടേ?
നീ ഇപ്പൊ അങ്ങോട്ട് പോകണ്ട, ഒരു അരമണിക്കൂർ കഴിഞ്ഞ് പോയാൽ മതി. അരമണിക്കൂർ അതെന്താ? മൊത്തം 1 മണിക്കൂർ വേണമെന്ന് അവര് പറഞ്ഞതേ. ആര്? ഒരു ഫാമിലി. ഫാമിലി? ഒരാണും പെണ്ണും 1 മണിക്കൂർ നേരത്തേക്ക് അവർക്ക് എന്തോ സംസാരിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാനൊരു അഡ്ജസ്റ്റ്മെന്റ് നടത്തിയതാ. അതിന്റെ അഡ്വാൻസ് ഉണ്ട് ഇതൊക്കെ വാങ്ങിയത്. ഇത്രയും വിളിച്ചോണ്ടൊക്കെ അവർ നിന്നെ അറിയിക്കുന്നു ഞാൻ അറിഞ്ഞ. ഇറക്കി വിടാ ചെറ്റകളെ. അല്പം നേരത്തേക്കൊന്ന് കണ്ണടച്ചൂടെ? എന്റെ അച്ഛന്റെ ഓർമ്മയ്ക്കായിട്ട് കൊണ്ടു നടക്കുന്ന വണ്ടിയാണെന്ന് എനിക്ക് അറിഞ്ഞൂറാ. ഒരു അരമണിക്കൂർ നേരത്തേക്ക് അച്ഛനെ മറന്നാ നമുക്ക് ബാലൻസ് 100 രൂപ കിട്ടും. നീ പോയി അവരെ ഇറക്കി വിടുന്നത് ഞാനിവിടെ ചെല്ലണോ? ഈ വണ്ടി കൊണ്ട് നമുക്ക് ഗുണമില്ല, നാട്ടുകാർക്കെങ്കിലും പ്രയോജനം ഉണ്ടാവട്ടെ. ഇതുകൊണ്ട് അടി മേടിക്കാനല്ലാതെ അരി മേടിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടോ? 1000 തവണ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ള ബസ്സിനെ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കരുത്. ശവ വണ്ടിയാക്കാൻ പോലും പറ്റാത്ത ഈ പാട്ടയെ ബസ് നീ അല്ലാതെ മറ്റാരും വിളിക്കില്ല. എന്താ നീ പറഞ്ഞ വണ്ടിന്ന്? കല്ലെടുക്കരുത്. കല്ലെടുക്കാൻ എങ്ങനെ എറിയൂടാ? താമരാശം പിള്ളേരെ മറ്റേക്കനും അടിച്ചു പോയേ. കൂട്ടുകാരനെ തല്ലാൻ പറ്റാ. നീ മതിൽ ചാടരുത്. എന്നാലും ഏടുതാടാ എന്നാ ഞാനും ചാടും. മിസ്സാകൂടാ, കയ്യിലിരിപ്പതാ. വീട്ടുകാരെ, ഹൗസ് ഓണറെ, പിന്നെ മിസ്സായി. ആരാ ബെല്ലടിച്ച് പഠിപ്പിക്കുന്നത്? ആരില്ലേ? ബെല്ലടിക്ക് പുല്ലാടാ. ഇനി ഇവന്മാരെങ്ങനെ പുറത്തു പോകുന്നു? പോലീസുകാരുടെ അടുത്ത കളി. ഒരു സ്മോൾ ഇങ്ങോട്ട് തന്നെ. സോറി ഇന്ന് കൊല്ലൂടാ. ഇവന്മാരെ കസ്റ്റഡിയിലെടുത്ത കാര്യം. ഹലോ 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 ഹലോ, ആരാ മൈക്ക് ടെസ്റ്റ് ചെയ്ത് കളിക്കണേ? ഇപ്പൊ ഹലോ എന്ന് പറഞ്ഞ ഞാനാടാ. അത് കഴിഞ്ഞിട്ട് ഹലോ എന്ന് പറഞ്ഞ ഞാനാടാ. ഹലോ, ഇവിടെ അടി നടക്കേട്. അതിന് വല്ല അടിയാണ് ഇവിടെ നടക്കുന്നത്. ഇത് പോലീസ് സ്റ്റേഷൻ അല്ലേ? പിണ്ണാക്കനുണ്ട് വേലെന്നോ? കിലോ 4 രൂപ. പിണ്ണാക്കലടാ, പരുത്തിക്കൊട്ട. പരുത്തിക്കൊട്ട് കാണണമെങ്കിൽ ഇങ്ങനെ വേടാ, കാണിച്ചിടാ. അകത്തേറി കുനിച്ചിരുത്തി കൂമിനടി. ഇരുട്ടാണല്ലോ, കുഴപ്പമില്ല. ലൈറ്റ് ഇട്ടിട്ട് ഇരുട്ടടി അടിക്കാം. സൂക്ഷിച്ച് നോക്കണ്ടടാ ഉണ്ണി, ഇത് ഞാനല്ല.
സോറി അപ്പൂപ്പ, ജീവനില്ലാത്തത് ഭാഗ്യാട്ടോ. അച്ഛാ അച്ഛാ പെട്ടെന്നങ്ങനെ ആ സന്ദർഭത്തില്. ഗുഡ് മോർണിംഗ് സാർ. നീ എന്താ ആളെ കളിയാക്കണ? രാവിലെ ഒരു ഗുഡ് മോർണിംഗ് തന്നല്ലേ? അല്ല സാറിനൊരു വെയിറ്റ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട്. ഉള്ള വെയിറ്റ് തന്നെ എനിക്ക് താങ്ങാൻ പറ്റില്ല. നീ മറ്റുള്ളവർക്ക് പണി ഉണ്ടാക്കാതെ പോയി പണി വെക്കേ. കുട്ടിക്ക് വേറെ ആരെയും കിട്ടിയില്ലേ? കഷ്ടം. എക്സ്ക്യൂസ് മീ. യെസ്. നിങ്ങൾക്ക് ഡോർ ഡെലിവറി ഉണ്ടോ? ഉണ്ടല്ലോ മാഡം. എങ്കിലേ കടയുടെ നമ്പർ തരൂ. ഹലോ, സിറ്റി സൂപ്പർ മാർക്കറ്റ്. മിസ്റ്റർ പവൻ കെ മേനൻ ഒന്ന് കൊടുക്കോ? 1 സെക്കൻഡ്. കോൾ സാറിനാണ്. അത്യാവശ്യക്കാരെ ആരെങ്കിലും തന്നാ മതി. ഒരു പെൺകുട്ടിയാ. പെൺകുട്ടിയാ? ആരാൻ ചോദിക്കും? ആരാ സംസാരിക്കണെന്നാ പറഞ്ഞേ? ആരെന്ന് പറഞ്ഞാലേ ഫോൺ കൊടുക്കൂ. എന്നാ പറഞ്ഞേക്കാം. പവിയുടെ ഒരു ക്ലാസ്മേറ്റാ. ക്ലാസ്മേറ്റ് ആണെന്ന്. ക്ലാസ്മേറ്റോ? അതേത് ക്ലാസ്മേറ്റ്? ഹലോ. എന്താ പവി ഇത്? പവി ഒന്ന് ലൈനിൽ കിട്ടാൻ എന്ത് പ്രയാസാ? അല്ല, ആരാ? ശരിക്കും പറഞ്ഞ എനിക്ക് ഇങ്ങോട്ട് മനസ്സിലായില്ല. ഓ, എന്റെ ശബ്ദവും മറന്നൂല്ലേ? മറന്നിട്ടല്ല, ഇവിടെ കുറച്ച് ബിസി ആയതുകൊണ്ട് പെട്ടെന്ന്. ശരി, സമയമില്ലാത്തോണ്ട് ബുദ്ധിമുട്ടിക്കുന്നില്ല. ഒരു ക്ലൂ തരാം. എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ച് ആദ്യമായിട്ട് പവിക്ക് പ്രേമലേഖനം തന്ന പെണ്ണേതാ? ഓഹോ, ഷീബ. താൻ കല്യാണം കഴിച്ചതിന് ശേഷം ഇപ്പോഴാണ് വിളിക്കുന്നത്. ആട്ടെ, തനിക്ക് കുട്ടികളെത്രയായി? അതിന് ഞാൻ ഷീബ അല്ലെങ്കിലോ? പിന്നാരാ? ഞാൻ റോസാണ്. റോസ്. റോസ്? ഏത് റോസ്? മറന്നൂല്ലേ? ഒക്കെ മറന്നു. കുറെ കാലം കൂടി എന്റെ ശബ്ദം കേൾക്കുമ്പോ പവി ത്രില്ലടിച്ചു പോകുന്നു ഞാൻ വിചാരിച്ചു പോയി. സാരമില്ല. ഒന്നുകിൽ നിങ്ങൾക്ക് ആള് തെറ്റി, അല്ലെങ്കിൽ നിങ്ങളുടെ തലയ്ക്ക് ലേശം വട്ടുണ്ട്. ഇങ്ങനെ ഒരാൾ എന്റെ കൂടെ പഠിച്ചിട്ടുമില്ല. ഈ പേരിലൊരു ക്ലാസ്മേറ്റിനെ എനിക്ക് അറിയയില്ല. സോറി, ഞാൻ കുറച്ച് ബിസിയാണ്. പ്ലീസ്. ആരെ മറന്നാലും സ്വന്തം ക്ലാസ്മേറ്റിന് മറക്കല്ലേ മോനെ. 5ാം ക്ലാസ് വരെ കൂടെ പഠിച്ച നിന്നെ ഞാൻ മറന്നില്ലല്ലോ. അപ്പൊ പിന്നെ എഞ്ചിനീയറിംഗ് കോളേജ് പഠിച്ച ഒരാളെ ഞാൻ മറക്കോ? അതും ഒരു പെണ്ണിനെ. അതോ, അത് അന്നെന്തെങ്കിലും ഗുലുമാല ഒപ്പിച്ചിട്ട് ഇപ്പൊ എനിക്ക് ഒന്നറിഞ്ഞൂടാന്ന് ഭാവിക്കാന്ന് ആർക്കറിയാം. പോടാ പോടാ പോ. റോസ്. No chance there. It'll be a single as Cummins comes off the boundary. So the sweep being played quite regularly now. ഹലോ ഹലോ. സോറി, ഞാൻ എന്റെ വോളി ഒന്ന് കുറച്ചോട്ടെ. ഹലോ. പവി ഉണ്ടോ? പവി അവൻ കുളിക്കുകയാണല്ലോ. കുളിക്കുകയാണോ? എന്താ ഒന്ന് വിളിക്കാവോ? ഐ എം സോറി. കുളിക്കുകയാണെങ്കിൽ വിളിക്കണ്ട കേട്ടോ. ആരാ? ബ്രദറാ? അല്ല, ഫാദറാ. അയ്യോ സോറി, ശബ്ദം കേട്ടപ്പോ മദറാണെന്ന് കരുതി. ആരാ വിളിക്കുന്നേ? ഒരു ഫ്രണ്ട് വിളിച്ചിരുന്നു എന്ന് പറഞ്ഞാ മതി. വെറും ഫ്രണ്ട് അല്ല കേട്ടോ, ക്ലാസ്മേറ്റാ. ഞാൻ റോസ്. റോസ്? അങ്ങനെ ഒരു ക്ലാസ്മേറ്റിന്റെ കാര്യം പറഞ്ഞിട്ടില്ലല്ലോ. പറയില്ല, എല്ലാ സമയമാകുമ്പോ പറഞ്ഞോളാമെന്നാ പവി എന്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. എന്തു പറയാന്ന്? അയ്യോ ഒന്നുമില്ല. ഞാൻ പറഞ്ഞെന്ന് പവിയോട് പറയണ്ട കേട്ടോ. ഞാൻ പിന്നെ വിളിച്ചോളാം. ഗാംഗുലി ഔട്ടായ നന്നായി. അവൻ ഇത്തിരി കൂടുതലാ. നിന്നെ ഇപ്പൊ ഒരു പെണ്ണ് വിളിച്ചിരുന്നു. പെണ്ണ? ഒരു റോസ്. അവൾ ഇവിടെ വിളിച്ചോ? നമ്പർ വല്ലതും തന്നാ? നമ്പരൊന്നും തന്നില്ല, പിന്നെ വിളിച്ചോളാന്ന് പറഞ്ഞു. അവൾ എന്റെ ക്ലാസ്മേറ്റ് എന്ന് പറഞ്ഞു. നോണയാ. അങ്ങനെ ഒരു പെണ്ണ് എന്റെ കൂടെ പഠിച്ചിട്ടേ ഇല്ല. അല്ല, എന്റെ എല്ലാ ക്ലാസ്മേറ്റ്സിനും അച്ഛൻ അറിയാലേ. അറിയാം, പക്ഷെ ഞാൻ അറിയാത്ത വല്ല റോസും ഉണ്ടെങ്കിലോ? അച്ഛാ, ശബ്ദം കേട്ടിട്ട് നല്ല സ്വീറ്റാ, കണ്ടാൽ എങ്ങനെയാ?
അച്ഛ ഇത് ഏതോ ഒരു പെണ്ണ് എന്നെ കളിപ്പിക്കാൻ വേണ്ടി വിളിക്കാം. എന്നെ കടയിലും വിളിച്ചിരുന്നു. അപ്പൊ നിനക്ക് ഈ റോസിനെ അറിയേയില്ല. പക്ഷെ ഇല്ലെന്ന് പറഞ്ഞില്ലേ? ഇത് വലിയ കഷ്ടമായല്ലോ. റോജാ മലരേ രാജകുമാരി. അച്ഛാ, അച്ഛൻ എന്തിനാ ഇപ്പൊ ഈ പാട്ട് പാടിയത്? ഈ റോജാ മലരേ രാജകുമാരി. എനിക്കൊരു പാട്ട് പാടാൻ തോന്നി പാടി. എന്താ കുഴപ്പമുണ്ടോ? തമിഴില് റോജ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ റോസ് എന്നാ. മലയാളത്തിലല്ല, ഇംഗ്ലീഷില്. ഇംഗ്ലീഷ്. അച്ഛൻ ഇപ്പൊ ഈ പാട്ട് പാടിയതിന് അർത്ഥം ഞാൻ പറഞ്ഞൊന്നും വിശ്വാസമായിട്ടില്ല. അച്ഛൻ അറിയാത്തൊരു ബന്ധം എനിക്ക് അവളുമായിട്ടുണ്ട് എന്നല്ലേ? എന്നാ കേട്ടോ, എന്റെ അമ്മയാണ് സത്യം. അവൾ എനിക്ക് അറിയില്ല. പിന്നെ അവള് വിളിക്കട്ടെ, കള്ളി പേരും കള്ളി. റിമോട്ടിങ് തരാൻ. അതിന് ചൂടാവണം എന്തിന്? കാതൽ റോജാവേ ഇനി റോജ എന്നുള്ള വാക്ക് വീട്ടിൽ കേൾക്കരുത്. കൊല്ലും ഞാൻ. രാജാ കയ്യ് വെച്ചോ. രാജാന്നല്ലേ പറഞ്ഞു, റോജാന്നല്ലല്ലോ. ഒരു പാട്ട് പാടാൻ സ്വാതന്ത്ര്യമില്ലേ വീട്ടില്?